പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ഒരു ബാഡ്മിൻ്റൺ താരമായി ഇന്ന് ഇന്ത്യയിൽ കർത്താവ് ഉപയോഗിച്ച ഒരു ദൈവദാസനാണെന്നാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് എങ്ങനെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ളതായ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദേവദാസനെ, എന്തുകൊണ്ട് വിശേഷം? ഗോഡ്സ് ഗ്രേസ് നന്നായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനിപ്പം പത്തനാപുരമാണ്. ഓക്കെ, വൈഫ്, 2 കുഞ്ഞുങ്ങൾ. ഓക്കെ പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം പാസ്റ്റർ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന വിധങ്ങളും അങ്ങ് നടത്തിയ വിധങ്ങളും കർത്താവ് പരിപാലിച്ച വിധങ്ങളും ഹല്ലേലൂയ എല്ലാം കേൾക്കുവാനാ കർത്താവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാക്കി കർത്താവിൻ്റെ ദാസനെ ദൈവം നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരണം. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടണം. അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ മുഖാന്തരമായി തീരണം. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ, ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. കർത്താവ് ദൈവദാസനെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. ഇന്നത്തെ ജോയ്സ് ടി വിയുടെ ഈ പ്രോഗ്രാമിൽ അത് പ്രൊസീഡ് ചെയ്യുന്ന മാന്യ കർത്താവിൻ്റെ ദാസി റേച്ചൽ മാത്യുവിനും ഇതിൽ പങ്കെടുക്കുന്ന ജോയിൻ ചെയ്യുന്ന കർത്താവിൽ പ്രിയരായ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ ദാസ്, ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് പത്തനാപുരം സെൻട്രലിലെ ഒരു പാസ്റ്ററാണ്. യേശുവിനെ ഞാൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് ഞാൻ അല്പമായി നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പങ്കുവെക്കാൻ വേണ്ടി ലാസ്റ്റ് വീക്ക് കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ ദാസനാണോ എനിക്കറിയില്ല, എന്നെ കോൾ ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് മൂലമാണ് എൻ്റെ കോണ്ടാക്ട് നമ്പർ ലഭിക്കപ്പെട്ടത്. ടെസ്റ്റ് മണി പങ്കുവെക്കാനെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെ യേശുവിനെ കണ്ടെത്തി അത് അറിയണം, എല്ലാവരും അറിയണം, എല്ലാവരും യേശുവിനെ കണ്ടെത്തണം. ഈ ടെസ്റ്റ് മണി പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാകട്ടെ. ശ്രോതാക്കൾക്ക്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതൊരു ആശ്വാസമായി തീരട്ടെ. എൻ്റെ വീട് തിരുവല്ലായിക്ക് തെക്ക് പടിഞ്ഞാറ് മേൽപ്പാടം എന്ന ഗ്രാമത്തിലാണ്. മേൽപ്പാടം എന്ന് വെച്ചാൽ അതൊരു അപ്പർ കുട്ടനാടാണ്. പ്രോപ്പർ കുട്ടനാടല്ല, അപ്പർ കുട്ടനാട്, ആലപ്പി ജില്ലയാണ്. നിരണത്തിനെയും മേൽപ്പാടത്തിനെയും കയറി മുറിച്ചുകൊണ്ട് പമ്പയാർ ഒഴുകുന്നു. പമ്പയാർ അക്കരെ നിരണം, ഇക്കരെ മേൽപ്പാടമാണ്. എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. എൻ്റെ ചെറുപ്രായം. സാധാരണ മനുഷ്യരെക്കാളും എനിക്ക് പൊക്കം ദൈവം എനിക്ക് ദാനമായി തന്നു. എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ എനിക്കൊരു 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട് എനിക്ക്. ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ ഏറ്റവും പൊക്കമുള്ള ചെറുപ്പക്കാരെന്ന് വേണമെങ്കിൽ പറയാൻ എന്നെ. സാധാരണ മനുഷ്യരെക്കാളും പൊക്കം എനിക്ക് തന്നു. പൊക്കത്തിന്റെ പ്രശ്നം കൊണ്ട് ഒത്തിരി ഇടി കിട്ടുന്നുണ്ട് തലയ്ക്ക്. സാധാരണ കട്ടിലയൊക്കെ 6 അടി പൊക്കമാണ്, ചില്ലറ ഇടിയല്ല എൻ്റെ തലയ്ക്ക് കിട്ടിയേക്കുന്നത്. ഇഷ്ടംപോലെ ഇടി കിട്ടിയ പൊക്കം. പക്ഷേ ഈ പൊക്കം എന്നെ ഒരു കായികതാരമാക്കി മാറ്റി. എൻ്റെ ഹൈറ്റ്, ചെറുപ്രായത്തില് അതിനുള്ള ഫിറ്റ്നസ് ഒക്കെ ലഭിക്കപ്പെട്ടു. ഞാൻ അതിനുവേണ്ടി ആദ്യം ഒരു അത്ലറ്റായിരുന്നു. അപ്പോൾ തന്നെ ഒരു സാധാരണമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു സാധാരണ ഒരു ഹിന്ദു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവും മാതാവ്
എനിക്ക് ആ, മറ്റ് 3 ബ്രദേഴ്സ് ഉണ്ട്. ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും ഉണ്ട്. ഒരു മൂത്ത മകനാണ് ഞാൻ. എന്റെ ഹൈറ്റ് എന്നെ ഒരു കായിക താരമാക്കി മാറ്റി. അത്ലറ്റിക്സ് ഞാൻ സ്റ്റേറ്റിൽ വന്നു, സ്റ്റേറ്റ് പ്ലെയർ ആയിട്ട് വന്നു. ലോങ് ജമ്പും ഹൈ ജമ്പും ട്രിപ്പിൾ ജമ്പുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഹൈറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ സ്വദേശി ആണ് INS ബാസ്കറ്റ്ബോൾ കോച്ച് PC ജോർജ്. ഞാൻ ഇന്ന് മോർണിംഗ് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹം ക്ഷീണിതനായിട്ടിരിക്കുകയാണ്. എന്നെ ബാസ്കറ്റ്ബോളിലോട്ട് എന്നെ തിരിച്ചുവിട്ട വ്യക്തിയാണ്. അത് ഫിസിക്കലി വളരെ വീക്കാണ്. അദ്ദേഹം മർത്തോമേറ്റ് ഫാമിലി പെടുന്ന ആളാണ്. നല്ലൊരു ഭക്തനാണ്, ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് മോർണിംഗിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി. ദൈവം ചെയ്ത ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ ഒക്കെ ഞങ്ങൾ സംസാരിപ്പാനൊക്കെ ഇടയായി തീർന്നു. എന്നാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളി, ഗോഡ്സ് കോളിംഗ്, അത് നമ്മൾ ചിന്തിക്കും. ഇറ്റ്സ് എ മൊറക്കോലസ് ഫിനോമിനൻസ്. അതൊരു അത്ഭുത പ്രതിഭാസമാണ് ദൈവത്തിന്റെ വിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ എന്റെ ടെസ്റ്റിമണിയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു മുഖവരയായിട്ട് ചില കാര്യം പറഞ്ഞിട്ട് കയറാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വിളിച്ച മനുഷ്യരെയൊക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ എന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, അബ്രഹാമിന്റെ വിളി എന്ന് ഓർത്താൽ സ്തെഫാനോസിന്റെ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. സ്തെഫാനോസ് പ്രസംഗിക്കുക സന്നിധി സംഘത്തിന് മുമ്പ് നിന്നുകൊണ്ട്, അല്ലയോ സഹോദരന്മാരെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊട്ടോമിയയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവം വെളിപ്പെട്ടെന്നാ വായിക്കുന്നത്. പ്രത്യക്ഷപ്പെട്ടു. തന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചിന്തിച്ചാൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് 2 നദികളുടെ ഇടയിലെ സ്ഥലമാണ് മെസൊപ്പൊട്ടോമിയ. അത് പുരാതന സിവിലൈസേഷനാണ്, നഗരികതയാണ്. അവിടെ കൽദയ പട്ടണമായ ഊർ എന്ന സ്ഥലത്ത് അന്യാരാധന നയിച്ചുകൊണ്ടിരുന്ന ഒരു തനി ഇറാഖി ഒരു വല്യപ്പന് സത്യദൈവത്തിന്റെ റെവലേഷൻ ഉണ്ടായി. 17:17 അബ്രഹാമിന് 99 വയസ്സായി യഹോവ ദൈവം അബ്രഹാമിനോട്, അബ്രഹാമെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഐ ആം ദ ഓൾമൈറ്റി ഗോഡ്. സ്തോത്രം. കാണിപ്പാനുള്ള സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഈ അബ്രഹാം ഉണ്ടല്ലോ, ബ്ലൈൻഡ് ആയിട്ട് ഒരു പൊട്ടനെ പോലെ ദൈവവിളിക്ക് മുമ്പിൽ സമർപ്പിച്ചു. വീട്ടുകാരോട് ചോദിച്ചില്ല, നാട്ടുകാരോട് ചോദിച്ചില്ല, കൂട്ടുകാരോട് ചോദിച്ചില്ല. ബ്ലൈൻഡ് ആയിട്ട് ഇറങ്ങിത്തിരിച്ച് യൂഫ്രട്ടീസ് നദി കടന്ന് താൻ ഒരു യാത്ര തിരിച്ചു. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ വല്യപ്പച്ചന്റെ കൊച്ചുമക്കൾ ഇന്ന് ഉലകത്തിലുണ്ട്. ഭൂഗോളത്തിന്റെ മധ്യഭാഗമെന്ന് പറയുന്ന പാലസ്തീനിൽ 4000 വർഷം മുമ്പ് ദൈവത്തിന്റെ വിളി കേട്ടൊരു പൊട്ടനെ പോലെ ഇറങ്ങിത്തിരിച്ച ആ വല്യപ്പന്റെ കൊച്ചുമക്കളെ വെല്ലാൻ മറ്റൊരു മനുഷ്യൻ ഇന്ന് ലോകത്തിലില്ല. ഇതാണ് ദൈവവിളിയുടെ ശ്രേഷ്ഠത. സ്തോത്രം. മോശയുടെ വിളി മുൾപ്പടർപ്പിൽ മുള്ളു കത്തുന്നു, തീ കത്തുന്നു, പക്ഷെ വെന്തെരിഞ്ഞു പോകുന്നില്ല. മരുഭൂമിയിൽ പല കത്തലുകളും കണ്ട മോശ വിചിത്രമായ കാഴ്ച കണ്ടു. മുള്ളു കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല, ചാരമായി പോകുന്നില്ല. 40 വർഷക്കാലമുള്ള തൻ്റെ ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന ചിത്രമാണ് അതിലൂടെ തെളിഞ്ഞത്. അവിടുന്നാണ് മോശേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത്ര ശ്രേഷ്ഠമല്ല ദൈവത്തിന്റെ വിളി. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപറ്റ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി കടപ്പുറത്തും കടലിലൊക്കെ ഇരിക്കുമ്പോൾ, വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ആ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഫോളോ മീ എന്ന് പറഞ്ഞു, അനുഗമിക്കാൻ പറഞ്ഞു. അന്നേരം തന്നെ അപ്പനെയും വിട്ടു വലയും വിട്ടുകൊണ്ട് ഇവരൊക്കെ ആ വിളിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോയി. ആമേൻ. ഇങ്ങനെ എന്നെ കേൾക്കുന്ന നിങ്ങളെയൊക്കെ വിളിച്ച വിളി വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. സെന്റ് പോളിനെ വിളിച്ച വിളി എങ്ങനെയായിരുന്നു? ദമാസ്കസിന്റെ പടിവാതിക്കലൊക്കെ വെച്ചാണ് തന്നെ വിളിച്ചത്. ആമേൻ. ഇതുപോലെ ദൈവത്തിന്റെ വിളി എനിക്ക് വന്നത് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ്. ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോയ കോർട്ടിൽ വെച്ചാണ് എനിക്ക് വിളി വന്നത്. ചൈൽഡ്ഹുഡ്
ഒന്ന് പറഞ്ഞാൽ പേരൻസിനെ പറ്റിയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓക്കെ പറഞ്ഞാൽ. ഓക്കെ. ഓക്കെ ഞാൻ ഞാൻ ഞാൻ- ഞാൻ തിരിച്ച് മുന്നോട്ട് പോകാം. സ്തോത്രം. അങ്ങനെ ഞാൻ എൻ്റെ പിതാവ്, മാതാവ്, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹോദരൻ, 2 സഹോദരിമാർ, അതിന്റെ മൂത്ത മകനായ ഞാന് ഈ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് വെച്ച് എൻ്റെ നാട് മേൽപ്പാടം ദേശം എനിക്ക് അതിനൊത്തിരി പ്രോത്സാഹനമൊക്കെ തന്നു. ഒരു മികവുറ്റൊരു കായിക താരമാകാൻ ഉള്ള സപ്പോർട്ടുകൾ അവർ ചെയ്തു. അങ്ങനെ ഞാൻ കളിയിലൂടെ ഞാൻ മുന്നോട്ട് പോയി. ആദ്യം എന്നെ ഇന്ത്യൻ നേവി എന്നെ സെലക്ട് ചെയ്തു 87-ലാണ്. അത് INS ബാസ്കറ്റ്ബോൾ കോച്ച് PC ജോർജ് മുമ്പ് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീമായ സർവീസസിന്റെ കോച്ചായിട്ട് നിൽക്കുക. അത് ഇന്ത്യൻ നേവിയിൽ ഓഫീസറും കൂടിയാണ്. കൊച്ചിൻ നേവൽ ബേസിൽ നിന്ന് എന്നെയും 2 ബോഡി ബിൽഡേഴ്സ്, അവർ മിസ്റ്റർ കേരളയാണ്, 2 ബോഡി ബിൽഡേഴ്സ് സ്പോർട്സ് കോട്ടായി സെലക്ട് ചെയ്ത് ബോംബെയിലേക്ക് അയച്ചു. INS കുഞ്ചാലി കൊളോബയിലുള്ള നേവൽ ബേസിലേക്ക് അയച്ചു. ഇത് എൻ്റെ കൂടെ വന്ന കൊച്ചി വെച്ച് സെലക്ഷൻ നടന്നു. പക്ഷെ ജോയിൻ ചെയ്യേണ്ടത് ബോംബെയിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസം എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എനിക്കൊരു ലൂസ് മോഷൻ ഉണ്ടായി, ഡീഹൈഡ്രേഷൻ ഉണ്ടായി. ഞാൻ വളരെ വളരെ സിക്കായി. എൻ്റെ ആരോഗ്യനില വളരെ വഷളായി മാറ്റപ്പെട്ടു. മിസ്റ്റർ PC ജോർജ് സാർ ഇങ്ങനെ വിരൽ അണിക്കിട്ടുള്ള പിള്ളേരെല്ലാം നേവി കയറിയിട്ടുണ്ട്. അതിലെ ഒരാളാണ് ഇപ്പം എറണാകുളത്ത് കാക്കനാട്ടുള്ള എൻ്റെ സീനിയർ കളിക്കാരനും ഇന്ത്യയിലെ ബെസ്റ്റ് കളിക്കാരനായ പാസ്റ്റർ MC തോമസ്. അദ്ദേഹം സർവീസസിന്റെ പ്ലെയർ ആണ്. ഇപ്പം അദ്ദേഹം ഒരു പാസ്റ്ററാണ്, കാക്കനാട്ട് ദൈവസഭയുടെ ശുശ്രൂഷയാണ് അദ്ദേഹം. അനവധി പേര് സ്പോർട്സ് കോട്ട കയറ്റിയ വ്യക്തിയാണ് PC ജോർജ്. പക്ഷേ ഇത്തിരി സ്വാധീനം, എൻ്റെ ഫിറ്റ്നസ് എനിക്ക് അവിടെ തെളിയിക്കാൻ പറ്റില്ല. അൺഫിറ്റായി മാറി, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായി. ആ ഒരു സീസൺ കഴിഞ്ഞു. എന്നെ സ്പോർട്സ് ഓഫീസർ തിരിച്ചയച്ചു. എന്നെ കേരളത്തിലേക്ക് അടുത്ത സെലക്ഷൻ വിളിക്കാമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. ഈ ഒരു ഫിസിക്കൽ പ്രശ്നം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ത്യൻ നേവി ജോയിൻ ചെയ്യാൻ കഴിയാതെ പോയത്. അതിനുശേഷം പല ഓഫറുകൾ എനിക്ക് പലയിടത്തുനിന്ന് എനിക്ക് വന്നിരുന്നു. പലയിടത്തുനിന്ന് പല ഓഫറുകൾ എനിക്ക് വന്നു. അടുത്തൊരു ഓഫർ വന്നിരിക്കുന്നത് ആർമിയിൽ സ്പോർട്സ് കോട്ട ജോയിൻ ചെയ്യാൻ വേണ്ടി ഗോവയിലെ പനാജിയിലുള്ള ASCയുടെ സെന്ററിലേക്ക് എന്നെ അയച്ചു. അവിടെ ചെന്നപ്പോഴും ഇതിന് സമാനമായ പ്രശ്നമുണ്ടായി. ഞാനത് കട്ട് ഔട്ട് ചെയ്ത് പറയുകയാണ്. അന്ന് എനിക്ക് കിട്ടിയ പോസ്റ്റ് ഡയറക്റ്റ് ഹൗൾദാർ പോസ്റ്റാണ്. സ്പോർട്സ് കോട്ട ജോയിൻ ചെയ്യുന്ന കായിക താരങ്ങൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ഹൗൾദാർ. നമ്മുടെ കേരള പോലീസിൽ നോക്കിയാൽ ഒരു SI റാങ്ക് ഒക്കെ വരും. ആ റാങ്കാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. വീണ്ടും ഞാന് 89-ൽ എന്നിട്ട് ഒരു തൃശ്ശൂര് ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു കളി കഴിഞ്ഞിട്ട് ഞാൻ 89-ൽ ഞാൻ ബാസ്കറ്റ് ബന്ധിക്കൊണ്ട് ഞാൻ ചെന്നൈക്ക് പോയി. അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കൈ ബാസ്കറ്റ് ബോൾ ആയിരുന്നു. പക്ഷെ ഞാൻ 92 ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ ബേർഡ് ഓഫ് കോഡ് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ കയ്യിൽ ബാസ്കറ്റ് ബോൾ ആയിരുന്നെങ്കിൽ ചെന്നൈയിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അതേ കൈക്കകത്ത് ബേർഡ് ഓഫ് കോഡ് ആയിരുന്നു. അപ്പോൾ ബാസ്കറ്റ് ബോൾ കയറിയ കൈക്കകത്ത് ഇപ്പോൾ കയറിയേക്കുന്നത് ബേർഡ് ഓഫ് കോഡാ. ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകാത്ത ഇടങ്ങളിലൊക്കെ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അനാദികാലം മുമ്പ് പിതാവായ ദൈവത്തിൽ മറഞ്ഞിരുന്ന മർമ്മത്തിൽ എനിക്കും പങ്കാളിയാകാൻ ദൈവം ഒരു ഗോൾഡൻ ചാൻസ് കിട്ടി. ഇത് ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റെന്താണ് ഇത്? സ്തോത്രം. താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. തമിഴ്നാട് സ്പോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെന്നൈയിലെ കീഴ്പക്കത്തുണ്ട്. അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും എൻ്റെ കോച്ചിന്റെ, എൻ്റെ പേര് ഓർമ്മ വരുന്നത് റോജ എന്ന എൻ്റെ കോച്ചിന്റെ പേര്. അതിന്റെ കീഴിൽ ഞാൻ വീണ്ടും അവിടെ പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെ പുതിയ ഓഫറുകൾ എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഡിഫൻസും ട്രസ്റ്റ് അങ്ങനെ പല സ്ഥാപനങ്ങൾക്ക് ഓഫർ ചെയ്യും. കളിച്ച് നല്ല ഫോമിൽ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടാകുന്ന
രണ്ട് ഇൻസിഡൻസ് എനിക്ക് ഉണ്ടാകുന്നത്. രണ്ട് വലിയ സംഭവമാണ്, രണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് എനിക്ക് ഉണ്ടാകുന്നത്. ഈ ഈ രണ്ട് ആരോഗ്യ പ്രശ്നമാണ് ഞാൻ ഈ നില എത്തപ്പെടാൻ കാരണം. അത് പങ്കുവെക്കാൻ പോവുകയാണ്. എനിക്ക് സ്നീസിങ് ഉണ്ടായി, മൂക്കൊലിപ്പ് ഉണ്ടായി. കാലക്രമേണ ആ സ്നീസിങ് ഒരു വീസിങ്ങിലേക്ക് പോകാൻ തുടങ്ങി, ശ്വാസമുട്ടലിലേക്ക് പോകാൻ തുടങ്ങി. എനിക്ക് സ്പോർട്സ് ചെയ്യാൻ പറ്റാതെ വരുന്നു, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഞാനൊരു സെമി ആസ്മ പേഷ്യന്റ് പോലെ ആകാൻ മാറി തുടങ്ങി. ഈ സമയത്ത് ആയുർവേദം മരുന്ന് കഴിച്ചു നോക്കി, ഹോമിയോപ്പതി കഴിച്ചു നോക്കി, മോഡേൺ മെഡിസിൻ അതെല്ലാം കഴിച്ചു നോക്കി. എനിക്കൊരു കുറവ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഗ്രാജുവലി ഞാൻ വലിയൊരു ആസ്മ പേഷ്യന്റ് ആയി മാറി. രാത്രിയാവുമ്പോഴത്തേക്ക് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വീസിങ് ഞാൻ കൂടുവന്നു. ലങ്സ് നിറച്ചും കഫം കൊണ്ട് നിറയാൻ തുടങ്ങി. ഉറങ്ങാത്ത രാത്രികൾ, നിരാശയിലായ ജീവിതം, എനിക്ക് പ്രാക്ടീസിന് പോകാൻ കഴിയാതിരിക്കുന്നു. ഈ സമയത്ത് ചെന്നൈയിലെ ടീനർ എന്ന സ്ഥലത്ത് ഒരു അലർജി റിസർച്ചിങ് സെന്റർ ഉണ്ട്. ഡോക്ടർ നരസിംഹം, പ്രസിദ്ധനായിട്ടുള്ള ഒരു അലർജി ഡോക്ടറാണ്, ഒരു പൾമനോളജിസ്റ്റ് ആണ്. എന്നെ ഞാൻ അവിടെ ചെന്നു. എന്നാൽ ഈ സമയം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു താൽക്കാലിക ജോബ് എനിക്ക് ലഭിക്കപ്പെട്ടു. MRF എന്ന കമ്പനിയുടെ ഒരു ബ്രാഞ്ച് എന്നൊരു കമ്പനി ഉണ്ട്. അത് ടയർ മെഷീനറീസ് ഉണ്ടാക്കുന്ന, MRF ടയറിന്റെ ഒക്കെ അത് ഉണ്ടാക്കുന്ന അവിടെ അവരെനിക്ക് ഉച്ചവരെ ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി തന്നു. അന്നത്തെ അവിടുത്തെ പ്ലാൻ മാനേജറാണത്, മമ്മൻ മാപ്പിളയുടെ അവരുടെ ഒരു ഇതിൽപ്പെടുന്നതാണല്ലോ റോയ് കെ ജോർജ്. ഞാന് 2 മാസം മുമ്പ് ചെന്നൈ പോയപ്പം റോയ് സാറിനെ ഞാൻ വിളിച്ചിരുന്നു. എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. അദ്ദേഹം ഇപ്പം വിരമിച്ചെങ്കിലും വീണ്ടും അദ്ദേഹം വോളണ്ടിയർ സർവീസ് ആയിട്ട് ഇപ്പൊ അവിടെ വേണ്ടി ചെയ്യുന്നുണ്ട്. അവരൊന്നും മറക്കാൻ പറ്റത്തില്ല. അന്നേരം ഈ സമയത്ത് എനിക്ക് ഇത് കൂടി ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ അലർജി ടെസ്റ്റ് നടത്തി. ഡോക്ടർ നരസിംഹം എനിക്ക് ഡസ്റ്റിലുണ്ട്, ഫുഡിലുണ്ട്, ക്ലൈമറ്റിലും പലതിലേക്ക് അലർജി കാണിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ വലിയൊരു ആസ്മ പേഷ്യന്റ് ആയി മാറി. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന മെഡിസിൻ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് മെഡിസിൻ വാങ്ങി എൻ്റെ റൂമിലെത്തി. ഇത് കുത്തിവെച്ചിട്ട് എനിക്ക് കുറവ് കിട്ടുന്നില്ല, വീസിങ് കൂടിയ. തിരിച്ചങ്ങ് നാട്ടിൽ പോയാൽ എന്താ, നിരാശയിലായി. ആ സമയത്തൊന്നും വലിയ ഭക്തനൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനന്ന് സ്മോക്കിംഗ് ഇല്ല, ഡ്രിങ്കിങ് ഇല്ല, ഒരു ബാഡ് ഹാബിറ്റ് ഒന്നുമില്ല. സ്പോർട്സ് ചെയ്യുന്നുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എനിക്ക് ഞാൻ ഫിലിമിന് അഡിക്റ്റഡാണ്, സിനിമയ്ക്ക് അഡിക്റ്റഡാണ്. എക്സ്പെഷ്യലി ഹോളിവുഡിലെ ഇടിപ്പടത്തിനൊക്കെ അഡിക്റ്റഡാണ്. സിനിമയ്ക്ക് അടിമയായി മാറിയ ഒരു കാലഘട്ടം. അന്ന് ഒരിക്കലും ഒരാൾ പറഞ്ഞു, കോടമ്പക്കത്ത് സിനിമയെ തല കാണിക്കാൻ ഒരു അവസരം എന്ന് പറഞ്ഞു. അയ്യോ, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല, സിനിമയിൽ ഒന്ന് തല കാണിക്കാൻ ഒരു അവസരം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് നിർഭാഗ്യവശാൽ എന്ന് പറയുന്നില്ല, പിറ്റേ ദിവസം അങ്ങനെ ഒരു ചാൻസ് ഒത്തു കിട്ടിയില്ല. അത് വേറെ കാശ്. സ്തോത്രം. അങ്ങനെ ഈ മരുന്ന് കഴിച്ചു പോയിട്ട് എനിക്കൊരു കുറവ് കിട്ടുന്നില്ല, നിരാശനായി. ഒരു സ്യൂസൈഡ് ടെൻഡൻസി ഉണ്ടായി. ഞാൻ അതിനുവേണ്ടി മുതിർന്നില്ല കേട്ടോ. ചത്താൽ എന്താന്നൊക്കെ ഒരു ചിന്ത വന്നു. കാരണം എൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത് എൻ്റെ ഫിറ്റ്നസ്സിലാണ്. എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കളിയെ ബാധിച്ചു. എനിക്ക് കളിയല്ലാതെ എനിക്ക് വേറൊരു ഒന്നും എനിക്ക് അറിയത്തില്ല. ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, റിങ്ങിൽ പന്തിടും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മദ്രാസിലെ IPC ചർച്ചിലെ പാസ്റ്ററാണ് പാസ്റ്റർ MB ഈപ്പൻ. അദ്ദേഹം ഒരു 5 വർഷം മുമ്പ് നിത്യ ചേർക്കപ്പെട്ടു. മല്ലപ്പള്ളി സ്വദേശിയാണ്. ആൻഡമാൻസിൽ നിന്നാണ് അദ്ദേഹം, പോർട്ട് ബ്ലെയറിൽ നിന്നാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് വന്ന സമയത്ത് ആരോ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ. ഇദ്ദേഹം എങ്ങനെയാ അറിഞ്ഞത്? അദ്ദേഹം തേടി പിടിച്ച് എന്റെ റൂമിൽ വന്നു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പാസ്റ്റർ ബഹുമാനെ നിത്യ വിശ്രമിക്കുന്ന ഈപ്പൻ പാസ്റ്ററാണ് എൻ്റെ ആത്മീയ പിതാവ്. അദ്ദേഹത്തിന്റെ മാതാവുണ്ട്, ഗ്രേസി മാമ. അദ്ദേഹത്തിന്റെ മകൻ പാസ്റ്റർ ബിനോയ് ഈപ്പൻ ഇപ്പോ കോട്ടയത്ത് വടവാതൂര് IPCയിലെ പാസ്റ്ററാണ് അദ്ദേഹം. എൻ്റെ ആത്മീയ മാതാവ് ഗ്രേസി മാമ പാസ്റ്റേജ് തന്റെ മകന്റെ കൂടെ ഉണ്ട്. എന്നെയും പാസ്റ്റർ ബിനോയ് ഈപ്പനെയും കൂടെ ഒരു ദിവസമാണ് പാസ്റ്റർ MB ഈപ്പൻ മദ്രാസിലെ കുളത്തിൽ സ്നാനപ്പെടുത്തിയത്. ഞാനത് പിന്നാലെ പറഞ്ഞു വരും, നിങ്ങൾക്കത് നല്ലപോലെ മനസ്സിലാകും. ദൈവത്തിന്റെ പദ്ധതിയും വഴികളൊക്കെ എത്ര വലുതാണ്. അങ്ങനെ ഈ പാസ്റ്റർ വന്നു. പാസ്റ്റർ MB ഈപ്പനെ കണ്ട
കണ്ട ഒരു ഒരു ബോക്സിംഗ് നടത്തുന്ന ഒരു വ്യക്തിയുടെ ഒരു ആകാരമുള്ള, പൊക്കമില്ല, കണ്ടോ, നല്ല ഒരു ആകാരമുള്ളൊരു ഒരു സിംഹഗർജനം പോലുള്ള ശബ്ദവും ഒക്കെയുള്ളൊരു വ്യക്തി. ഒരു പാസ്റ്ററുടെ പ്രസൻസ് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ്. അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്ക് വന്നത്, ബ്രദറിനെ കുറിച്ച് കേട്ടു, ഞാൻ ഒന്ന് പ്രെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്, മലയാളി എന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അത് ഞാൻ അറിഞ്ഞു, ദേവദാസന്മാരൊക്കെ ഇങ്ങനെ അന്വേഷണം നടക്കുകയല്ലേ. ആമേൻ. ഈ സമയം ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇരുന്ന ട്രിവാൻഡ്രം ചർച്ചിലെ ഒരു കാര്യം ഇതിനോട് പറഞ്ഞൊന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല 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 ഞാനിരുന്ന പരുത്തിപ്പാറ IPCയിലും കൂടെ പാസ്റ്റർ, സിറ്റിക്കകത്തെ പാസ്റ്ററായിരുന്നു ഞാൻ. അന്നേരം അവിടെ ഒരു മാന്യമായ ഒരു ബ്ലസ്ഡ് ഫാമിലി ഉണ്ട്, ബ്രദർ ഷാജൻ ആൻഡ് മിജി സിസ്റ്റർ ഫാമിലി. അവിടെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദുബൈയിൽ ഒരു മർത്തോമ ഫാമിലിയാണ്. ദുബൈയിൽ അവര് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും സീനിയർ പാസ്റ്റർ, ഗീവറീസ് പാസ്റ്റർ, അത് UAE ഏറ്റവും സീനിയർ പാസ്റ്റർ, ചെന്നിത്തല സ്വദേശി ഗീവറീസ് പാസ്റ്റർ, എന്നും ഇവരുടെ ഫ്ലാറ്റിൽ ചെല്ലും. അല്ല, എന്നുമല്ല, ആഴ്ചയിൽ ഒരിക്കൽ ചെല്ലും. പ്രായമുള്ള മനുഷ്യനായതുകൊണ്ട് ഇവര് വരല്ല എന്ന് പറയാൻ ഒരു മടി. അവസാനം ഈ പാസ്റ്ററെ കൊണ്ട് ഇവരങ്ങ് തോറ്റു. പാസ്റ്റർ ജെന്റിൽമാൻ ആയതുകൊണ്ട്, ഇവരും മാന്യരായതുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിൽ വരല്ല എന്ന് പറയാൻ ഒരു മടി. അവസാനം പാസ്റ്റർ ഗീവറീസ് പാസ്റ്റർ മരിച്ചുപോയി, ഇന്നത്തെ ചേർക്കപ്പെട്ടു 2-3 വർഷം മുമ്പ്. അന്നേരം ഈ ഗീവറീസ് പാസ്റ്ററുടെ ശല്യം കൊണ്ട് ഇവര് ഫ്ലാറ്റ് അങ്ങ് മാറി, റൂം വെക്കറ്റ് ചെയ്തു. കാരണം ഈ പാസ്റ്റർ വരുന്നത് കൊണ്ട്, ഇദ്ദേഹത്തിന്റെ ശല്യം കൊണ്ട് റൂം മാറി, വേറെ ഫ്ലാറ്റിലേക്ക് അവർ മാറി. രണ്ടുപേരും പറഞ്ഞു, ഹായ്, ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഒരു 2-3 മാസം ഒരു അനക്കം ആവിയില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ കോളിംഗ് ബില്ല് അടിച്ചു. ഡോർ തുറന്നപ്പോൾ ഈ പാസ്റ്റർ. അവര് ചോദിച്ചു, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ പിന്തുടരും ചോദിച്ചു. യെസ്, നിങ്ങളെ പിന്തുടരും. ഈ ഷാജൻ ബ്രദറും മിസ്റ്ററും പറയാ, ഈ നാണം കെട്ട വരവ് വരാതിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോയനെ. കർത്താവിന്റെ ദാസന് നാണം കെട്ട വരവ് വന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ദൈവമക്കളായി മാറിയത്. ഈ കർത്താവിന്റെ ദാസന് എന്നെ അനുവാദം ചോദിക്കാതെ പാസ്റ്റർ ഈപ്പൻ എന്റെ റൂമിലേക്ക് ഇടിച്ചു കയറി വന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ രോഗിയാ, ഞാൻ ഒരു സ്പോർട്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഇപ്പൊ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആസ്മയുണ്ട്. രാത്രി ഡേ ടൈമിലാണ് എനിക്ക് ഇച്ചിരി റിലീഫ് കിട്ടുന്നത്. രാത്രി എനിക്ക് കിടക്കാൻ വയ്യ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നം. ഞാൻ ടീനറിൽ ഇന്നടത്തെ മെഡിസിൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് കുറവ് കിട്ടുന്നില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ ബാക്കിയതാ, അത്ര വിഷമിക്കണ്ട, യേശു സൗഖ്യമാക്കും. ഞാൻ പറഞ്ഞു, ഐ നോ ജീസസ്, യേശുവിനെ എനിക്ക് അറിയാം. സഹോദരൻ, നിങ്ങൾ അറിയുന്ന യേശുവല്ല, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ച യേശു. വാസീപ്പൻ പറഞ്ഞു, ആദ്യം പാപസൗഖ്യം, പിന്നാണ് രോഗസൗഖ്യം. എന്നോട് അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു തന്നു. ബേസിക്കലി അതിന്റെ ബേസ്മെന്റ് എനിക്ക് ഇട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു, ആദ്യം യേശുവിനെ നീ കർത്താവായി സ്വീകരിക്കും. ഇതൊരു മതപരിവർത്തന പരിപാടിയല്ല, ഇത് മനസ്സിന് വരുത്തുന്ന ഒരു രൂപാന്തരമാണ്. അന്നേരം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മാന്യനായ മനുഷ്യന്റെ സാന്നിധ്യവും വാക്കുകളും എന്നെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം പോലെ അദ്ദേഹത്തിന്. ഞാൻ സൗഖ്യമാകണം അദ്ദേഹത്തിന്. എന്താണ് ഇത്? അദ്ദേഹം എന്റെ അമ്മാച്ചനല്ലല്ലോ, എന്റെ റിലേഷൻ ഒന്നുമല്ല അദ്ദേഹം. പക്ഷെ എന്നിൽ എന്തോ ഒരു സ്നേഹം അദ്ദേഹത്തിന്, ഒരു ഉൾവലിവ് എന്നോട് കാണുകയാണ്. ആധികാരികമായിട്ട് സുഖമില്ലാതിരിക്കുന്ന എന്നോട് സംസാരിക്കുകയാണ് അദ്ദേഹം. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളുന്നത്? അദ്ദേഹം റോമാലേഖനം 10-9 വാക്യമൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പൊ ഓർക്കുന്നുണ്ട്, എല്ലാ മനുഷ്യനും പാപികളാ, പാപത്തിന്റെ ശമ്പളം മരണമാ എന്നോട് പറഞ്ഞു തരിക. പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെയാണ് ഈ മരണം എല്ലാവരിലുമായി. ഇതിന് പരിഹാരം വരുത്താൻ വേണ്ടി കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് കഴിയാതിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. യേശു ആരാണെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണെന്ന് എന്നോട് സംസാരിച്ച അദ്ദേഹം. എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു ആരാണെന്ന് സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ആവശ്യം എനിക്ക് രോഗസൗഖ്യമാണ്. ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് സൗഖ്യം എനിക്ക് ആവശ്യമാണ്, ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേ,
നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും. പാസ്റ്റർ പറഞ്ഞ പ്രകാരം എന്റെ പാവം ഞാനന്ന് ഏറ്റുപറഞ്ഞ്, യേശുവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞു തന്ന അടുത്ത കാര്യങ്ങളെ യേശുവിനെ എന്റെ പേഴ്സണൽ സേവിയറായി ഞാൻ റിസീവ് ചെയ്തു. എന്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചു. ആമേ. അത് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എംബിപ്പന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5 അടി പൊക്കം, 5 അടി 2 ഇഞ്ചേ വരത്തുള്ളൂ. എഴുന്നേറ്റ് നിൽക്കുക ഞങ്ങള്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണം. 6 അടി 3 ഇഞ്ച് പൊക്കമുള്ള ഞാൻ എന്റെ തല താത്തു കൊടുത്തു. 5 അടി 2 ഇഞ്ചുകാരന്റെ കൈക്കീഴിലേക്ക് ഞാൻ ഈ പാസ്റ്റർ എന്റെ തലമേൽ കൈവച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 2 കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീഴുകയാണ്. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ആമേ, സ്തോത്രം. ഇതൊരു ആമേൻ വെനസ്ഡേ ആണ് ഇത് സംഭവിക്കുന്നത്, നടക്കുന്നത്. ബുധനാഴ്ച ദിവസമാണ് സംഭവിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ശരീര സൗഖ്യം കിട്ടിയില്ല, പക്ഷെ ഒരു മെന്റൽ സൗഖ്യം കിട്ടി. മനസ്സിനൊരു തണുപ്പ് കിട്ടി. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ ഒരു വ്യത്യാസം പോലെ ഫിസിക്കലി തോന്നുന്നുണ്ട് എനിക്ക്. വ്യാഴാഴ്ച വന്നു, വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് ലങ്സിന്റെ അകത്ത് കഫമൊക്കെ ഇളകുന്നുണ്ട്. സാറ്റർഡേ വന്നപ്പോഴത്തേക്ക് റിയലി ഞാൻ എന്റെ ജഡത്തിൽ ഒരു സ്വസ്ഥത അറിഞ്ഞു, ഒരു പ്രതിരോധ ശേഷി അറിഞ്ഞു. എനിക്കൊരു സൗഖ്യം കിട്ടി. ഞാൻ പെട്ടെന്ന് ഡോക്ടർ നരസിംഹത്തെ വിളിച്ചു. ഡോക്ടർ, എനിക്ക് പെട്ടെന്നൊരു സുഖം കിട്ടി. ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു മാറ്റം കിട്ടിയിരിക്കുന്നു. ഡോക്ടർ നരസിംഹം പറഞ്ഞ കേൾക്കണോ? മിസ്റ്റർ ദാസ്, പ്രേയർ, മെഡിറ്റേഷൻ, മെഡിസിൻ, ഈ 3 കാര്യങ്ങളിൽ രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയത് ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനിക്കാൻ പോയില്ല, ഞാൻ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് കുറവ് കിട്ടുന്നില്ല. എന്റെ സൗഖ്യം തികച്ചും പ്രാർത്ഥന സൗഖ്യമായിരുന്നു. അത് യേശുവിന്റെ സൗഖ്യമായിരുന്നു. ഞാനോർത്ത് ഇനി ആ പാസ്റ്റർ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. അദ്ദേഹം പോയി കാണും. നോക്കുമ്പോണ്ട് അടുത്ത ഞായറാഴ്ച കഴിഞ്ഞപ്പോണ്ട് പാസ്റ്റർ സഭയിലെ ഒരു സഹോദരനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്കൊന്നും തോന്നിയില്ല, കാരണം എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ നോക്കും, ഒന്നിടവിട്ട് സഹോദരന്മാരും കൂടെ വരാൻ നോക്കി. എനിക്ക് ആ പാടൊരു വെപ്രാളം. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്സ് ഇല്ല. എന്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഒരു പെന്തക്കോസ് ഫ്രണ്ടേ ഉള്ളായിരുന്നു. അതാണ് ഗുജറാത്തിലുള്ള സജി മാത്യു. ദേവദാസി മരിച്ചുപോയല്ലോ കോവിഡ്. ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്. പക്ഷെ അദ്ദേഹം അന്നൊന്നും ഞങ്ങളെല്ലാം എന്റെ നെയ്ബറായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഒന്നിച്ച് അടിച്ചു കളിച്ചു വളർന്നവരാണ്. ഇപ്പൊ നല്ല ഓർമ്മയുണ്ട്. പമ്പയാറ്റി കുളിച്ചും മുങ്ങിയും കളിച്ചൊക്കെ വളർന്ന ഓർമ്മയൊക്കെ ഉണ്ട്. ഞാനൊരു ലാസ്റ്റ് ഇയർ അദ്ദേഹത്തിനോട് പോയിരുന്നു, മീറ്റിംഗ് പ്രസംഗിക്കാനൊക്കെ പോയിരുന്നു. ആമേൻ. ആ ഒറ്റ ഫ്രണ്ട് എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ, ഒരു പെന്തക്കോസായിട്ട് അന്ന്. സോദരൻ അന്നൊന്നും തീക്ഷ്ണതയും തീവ്രതയൊന്നും അദ്ദേഹം ഇങ്ങോട്ടൊന്നും കാണിച്ചിട്ടില്ല. ചെറുപ്പമല്ലേ ഞാൻ. അത് അല്ലാതൊരു പെന്തക്കോസ്റ്റ് ഫ്രണ്ട് എനിക്കില്ല. അന്നൊന്നും പെന്തക്കോസുകാരൊന്നും സ്പോർട്സ് ചെയ്തില്ല ഞാൻ ചെയ്യുന്ന സമയത്തും. ഇപ്പൊ ഒത്തിരി പെന്തക്കോസുകാർ സ്പോർട്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ അറിയാമല്ലോ, ഇന്റർനാഷണൽ, നമ്മുടെ ഇന്ത്യൻ നമുക്കറിയാമല്ലോ, സ്തോത്രം, ജമീമിയൊക്കെ അറിയാം. അതും ഒത്തിരി ഉണ്ട്. യൂസിലേക്ക് ഒത്തിരി NBA കളിക്കാരൊക്കെ വിശ്വാസികളുണ്ട്. ബ്രസീലിയൻ ഫുട്ബോൾ കളിക്കാരൊക്കെ സ്ട്രോങ് ബിലീവേഴ്സ് ഒക്കെയാ. അവർ ജീസസ് സേവ്സ് എന്ന് പറഞ്ഞുള്ള ബെനി ജേഴ്സി അണിയുമായിരുന്നു. ഇപ്പൊ അത് ഫിഫ ഇപ്പൊ സമ്മതിക്കത്തില്ല, അതൊന്നും ഇപ്പൊ കളിക്കളത്തിൽ കാണിക്കാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. അങ്ങനെ പാസ്റ്റർ പിന്നെ നിരന്തരം വരാൻ തുടങ്ങി. ഈ പാസ്റ്റർ എന്നെ കൊണ്ട് പോത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ആ പാടെ വെപ്രാളം കയറി. പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ, യേശു നിങ്ങൾക്ക് സൗഖ്യം തന്നു. ഞങ്ങളുടെ ചർച്ച ഇന്നിടത്താണ്. അദ്ദേഹം ലാൻഡ്മാർക്ക് പറഞ്ഞു തന്നു. ഒരു ബ്രിട്ടാനിയ ഫാക്ടറി, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനി ഉണ്ട് മദ്രാസിൽ, പാടി എന്ന സ്ഥലത്ത്. അതിനോട് ചേർന്ന ഒരു സ്കൂളുണ്ട്, ബ്രിട്ടാനിയ സ്കൂളാണ്. അന്ന് അവർക്ക് ചർച്ച, ഇപ്പൊ വലിയ പൊടുകൂറ്റൻ സഭകളൊക്കെ ഒരു പണിത. അന്ന് പാസ്റ്റർ വന്ന് വർക്കൊക്കെ തുടങ്ങി മുന്നോട്ട് ആത്മാക്കൾ ഇങ്ങനെ വരുന്ന സമയമാ. അവിടെ ഞങ്ങളുടെ ആരാധന സമയം പറഞ്ഞു, ഞങ്ങളുടെ ആരാധന 8:30 ആരംഭിക്കും. ലൊക്കേഷൻ പറഞ്ഞു, ടൈം പറഞ്ഞു, ലാൻഡ്മാർക്ക് പറഞ്ഞു തന്നു. അടുത്ത സൺഡേ വന്ന് ഒരു നന്ദി പറയാമോ ചോദിച്ചു. ഞാൻ അടുത്ത സൺഡേ പോയില്ല കേട്ടോ.
പാസ്റ്റർ വീണ്ടും വരാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ക്ഷമയോട് പറഞ്ഞു, ബ്രദറെ, യേശു സൗഖ്യം തന്നെ നിങ്ങൾക്ക്, ആ നന്ദി പറഞ്ഞാൽ മതി. ഞാൻ ഓർത്തു, ശരി, ഒരു നന്ദി പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഇനി ഇങ്ങോട്ട് വരത്തില്ലല്ലോ, അതോടുകൂടി ഈ ബിസിനസ് ഇവിടെ അങ്ങ് അവസാനിക്കുമല്ലോ, ക്ലോസ് ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഫ്രണ്ട്സിനോടോ മറ്റാരോടും ഞാൻ പറയാതെ സൺഡേയില് ഇപ്പം വരാമെന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് ഇറങ്ങി ഒരു പോക്ക് പോയതാ. ആ പോക്ക് ഒരു 1.5 പോക്കായി പോയി. ആ പോക്ക് ഇപ്പോൾ അവസാനിച്ചേക്കുന്ന എവിടെ അറിയാമോ? ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഓ, അത്ഭുത പ്രതിഭാസമായിരുന്നു ആ യാത്ര. സ്തോത്രം. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ തല പൊക്കി നോക്കി. ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് ചെല്ലുക. മോർ ദാൻ 100 പീപ്പിൾ, 100 പേരും പേര് കൂടുന്ന ഒരു ഗ്യാതറിങ്. അത് ഞാൻ ആ എൻട്രൻസി വന്നു, വാതിക്കൽ വന്നു. അപ്പോഴത്തേക്ക് അന്ന് ഇവിടെ മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, മൈക്കൊന്നും ആയിട്ടില്ല അവിടെ. പാസ്റ്ററെ സംബന്ധിച്ചൊരു മൈക്കിന്റെ ആവശ്യമില്ല, ഭയങ്കര സൗണ്ട്. ദൈവം ജന്മനാ കൊടുത്ത വലിയൊരു സൗണ്ടിന്റെ ഉടമയാണ് പാസ്റ്റർ എം ബി പാസ്റ്റർ. ഭയങ്കര ഷൗട്ടിങ് കേൾക്കാം, ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ഷൗട്ടിങ് കേൾക്കാം. ഞാൻ വാതൊക്കെ നിന്നു. എന്റെ ഹാർട്ട് ബീറ്റ് കൂടി കേട്ടോ. കയറണോ കയറണ്ടായോ. എന്നാ പിന്നെ യൂട്രൻ അടിച്ചങ്ങ് പോയാലും ചിന്തിച്ചു. എനിക്കറിയത്തില്ല, ദൂതം തെളിയതായിരിക്കാം. ഞാൻ മുന്നോട്ടങ്ങ് ആഞ്ഞു. ഫസ്റ്റ് ഇംപ്രഷൻ മറക്കത്തില്ലല്ലോ ആരും. ഈ നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അതെ, ഞാൻ ചെന്നപ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒത്തിരി പേര് കൂടുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. ഞാൻ കണ്ണടച്ചിരുന്നു തീരും വരെ. കണ്ണ് തുറന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്റെ ആത്മജീവിതത്തിന്റെ തുടക്കം അവിടെയാണ്. ആ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ചർച്ചിന്റെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു. ഈ മീറ്റിംഗ് ആ സഭയിലുള്ള പഴയ വിശ്വാസികൾ, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. കാരണം ആ ചർച്ചിന്റെ ഗോൾഡൻ ടൈമാണ്. എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഫസ്റ്റ് സെഞ്ചുറിയിലെ ഒരു ചർച്ചിൽ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നോ അതെല്ലാം ആ സഭയിൽ ഉണ്ടായിരുന്നു. അന്ന് അവിടെ പ്രോഫസി ഉണ്ട്, അന്ന് വ്യാഖ്യാനമുണ്ട്. പ്രധാനദാസൻ എം ബി പാസ്റ്ററുടെ മിസ്സസ്, എന്റെ ആത്മീയ മാതാവ് ഗ്രേസി മാമ വ്യാഖ്യാനിക്കും. ക്ഷീണതയായിരുന്നു, ഒരു ജീവിച്ചിരിപ്പുണ്ട്. അതായത് 1-ാം നൂറ്റാണ്ടിലെ ഒരു സഭയ്ക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ അതെല്ലാം ആ സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ സഭയുടെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന ടൈമായിരുന്നു. ഞാൻ പറയട്ടെ, ഒറ്റ വാക്കി പറയട്ടെ, ആ ഭാഗം അവസാനിപ്പിക്കാൻ പോകും. ആ ഭാഗം ചുരുക്കി പറഞ്ഞാൽ, അവിടെ കൈക്കകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു കിൻഡർ ഗാർട്ടൻ സ്കൂളിലെ കുഞ്ഞിനെ എങ്ങനെ, കുടിപ്പള്ളിക്കുടത്തിലെ ഒരു കുട്ടിയെ എങ്ങനെ അക്ഷരമാല പഠിപ്പിക്കുന്നത് പോലെ ആധ്യാത്മികതയുടെ അക്ഷരമാലകൾ അവനെന്നെ പഠിപ്പിച്ചു. തിരുവചനം തന്നു, എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഏറ്റവും അധികം പ്രചോദനമായി മാറിയത്, എനിക്ക് മുമ്പ് ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്. അതിലെ ഒരു ദൈവദാസനാണ് പാസ്റ്റർ രമേഷ് ബാബു. അരിപ്പാട്ടുള്ള ഒരു നായർ തറവാട്ടിൽ ജനിച്ചു വീണ് സന്യാസിയാകാൻ വേണ്ടി പോയ ചെറുപ്പക്കാരൻ പാസ്റ്റർ രമേഷ് ബാബു. അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയുടെ അസോസിയേറ്റ് ആയിരുന്നു. അതുപോലെ പെരുന്തൽമണ്ണ IPCയിലെ പാസ്റ്റർ, അവിടെ ചർച്ച എസ്റ്റാബ്ലിഷ് പാസ്റ്റർ ഷാജു NM ജോൺ, ഇവരൊക്കെ എനിക്ക് മുമ്പേ വിശ്വാസത്തിൽ വന്ന ദൈവത്തെ ആരാധിച്ചു. ഒത്തിരി പേരുണ്ട് ചെറുപ്പക്കാർ ആ സഭയിൽ. ഞാൻ അവിടെ നടുവിലേക്കാണ് ചെന്ന് വീണത്. അതെനിക്ക് വലിയൊരു പ്രചോദനമായി മാറി. ഇന്നത്തെ ന്യൂജൻ ചെറുപ്പക്കാരുടെ, ഇന്നത്തെ ന്യൂജൻ ആത്മീകരെ പോലെയല്ല അന്നത്തെ ചെറുപ്പക്കാരെ. എത്രത്തോളം മാക്സിമം ക്വാളിറ്റി ഉള്ള ലൈഫ് ചെയ്യാൻ കഴിയുമോ, ഗുണനിലവാരമുള്ള ആത്മജീവിതത്തിന്റെ ഉടമസ്ഥരായിരുന്നവരെ, അത് കണ്ടത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് പോകുന്നത്. അന്ന് കിട്ടിയ അടിത്തറ നല്ലതായിരുന്നു. ഈ തലമുറയിലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ നല്ലൊരു ആത്മിക ഇല്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഒന്നും നല്ലൊരു ആത്മികത കാണാൻ കഴിയുന്നില്ല അവർക്ക്. അവരാരെയാണ് കാണേണ്ടത്? എന്താണ് കാണേണ്ടത്? അത് ഇന്നത്തെ നമ്മുടെ ആത്മിക സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഒത്തിരി സ്വാധീനിക്കും.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്വാധീനിക്കും. IPCയിലെ പല മുഖ്യധാര സഭകളിൽ വരുന്ന ഒരു പാസ്റ്ററാണ് ഞാൻ. ഒത്തിരി ചെറുപ്പക്കാരുമായിട്ട് നിങ്ങൾ ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ഞാൻ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് യേശുവുമായിട്ട് നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് ഒരു ഹൃദയംഗമായ ബന്ധമുണ്ട്, ഒരു പേഴ്സണൽ ബന്ധമുണ്ട് യേശുവുമായിട്ട്. സ്തോത്രം. ദുഃഖമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ചർച്ച ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു. സ്തോത്രം. ആമേൻ. അങ്ങനെ ദൈവമക്കളുടെ സപ്പോർട്ട് പാസ്റ്ററിനെ ഇടം വലം തിരിയാൻ സമ്മതിക്കത്തില്ല. വലിയൊരു നുകം എന്റെ കഴുത്തിന് വീണു. ആ നുകം ക്രിസ്തുവിന്റെ നുകമാണ്. സ്തോത്രം. ദൈവമക്കളുടെ സ്നേഹം, സഹകരണം. ആ സഭയിൽ പാർഷ്യാലിറ്റി ഇല്ല, വിഭാഗത ഇല്ലാത്തൊരു ചർച്ച. ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഗോഡ്സ് ലവ് എന്താണ് ദൈവസ്നേഹം എന്താണെന്ന് ഇന്നതെല്ലാം അന്യപ്പെട്ടു പോയി. ഞാൻ കൊതിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ വിശ്വാസി വന്ന കാലഘട്ടമൊക്കെ ആത്മീയതയുടെ ഒരു നല്ല കാലഘട്ടമായേക്കാം. സ്തോത്രം. ആയിരുന്നിരിക്കാൻ നിങ്ങൾ അനുഭവിച്ചാ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എന്റെ വചനം പഠിപ്പിച്ചു. ഭയങ്കര വാർത്തയോടെ വചനം വായിച്ചു. നല്ല ധാർമ്മിക ഉപദേശം, ആത്മീയ ഉപദേശം, മാർഗീയ ഉപദേശം വായിച്ച് പഠിച്ച് സ്നാനത്തെ കുറിച്ചൊക്കെ എന്നെ പഠിപ്പിച്ച് കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ ഞാനും കർത്താവിന്റെ ദാസന്റെ മകൻ പാസ്റ്റർ ബിനോയ് ഈപ്പൻ, അതായത് വടവാതൂർ IPCയിലെ ഇപ്പോഴത്തെ പാസ്റ്ററാണ് കോട്ടയത്ത്. കുമ്മനാട് അധ്യാപകനും കൂടിയാണ്. കുമ്മനാട് ഇന്ത്യ ബൈബിൾ സെമിനാറിലെ അധ്യാപകനും കൂടെ പാസ്റ്റർ ബിനോയ് ഈപ്പൻ. അദ്ദേഹത്തെയും പിന്നെ ഒരു അമ്മാമയും കൂടെ, ഒരു ആന്റിയും കൂടെ മദ്രാസിലെ ഒരു കുളത്തിൽ സ്നാനപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ വലിയ സന്തോഷം തോന്നി. ആമേ. താമസവിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അഭിഷേകം പ്രാപിച്ച ചെന്നൈയില് അണ്ണാനറിലെ അമിച്ചക്കര IPC ചർച്ച വെച്ച ഞങ്ങള് യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ പോയി. താമസവിനെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ചു. സ്തോത്രം. എന്റെ അമ്മാച്ചന്മാരൊക്കെ ഇച്ചിരി ഒപ്പോസിഷനൊക്കെ ഉണ്ടാ പറഞ്ഞ അമ്മാച്ചന്മാരൊക്കെ, അമ്മയുടെ ആംഗ്ലമാർ, അവർക്ക് എന്നിൽ ഒത്തിരി സ്വാധീനമുണ്ടായിരുന്നു. അവര് മാന്നാർ എന്ന സ്ഥലത്തിന്റെ പടിഞ്ഞാറ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഇട്ട് ജീവിക്കുന്നവർ. വലിയ ഭക്തരാണ് അവരൊക്കെ, നല്ല മനുഷ്യരാണ്, നല്ല ഭക്തരാണ്. ചില ഒപ്പോസിഷനൊക്കെ എനിക്ക് സ്വാധീനമുണ്ട് അവർക്ക്. ദൈവമക്കളെ, അങ്ങനെ സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഞാൻ വീണ്ടും എന്റെ സ്പോർട്സ് പ്രാക്ടീസിലേക്ക് ഞാൻ തിരിച്ചു വന്നു. കൂട്ടായ്മ മിസ്സാകത്തില്ല. മീറ്റിങ്ങുള്ള ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും മീറ്റിംഗ് വന്നാൽ മതി എന്നുള്ള ചിന്തയാ. കാരണം ആത്മസന്തോഷം അനുഭവിച്ചത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആത്മസ്നാനം പ്രാപിക്കണം. നിങ്ങൾ പണ്ടത്തെ കാലത്ത് പൗലോസ് എഫെസോസിൽ ചെല്ലുമ്പോൾ ഒരു 10-12 പേരെ കണ്ടപ്പോൾ, അവിടെ വർഷിപ്പ് കണ്ടപ്പോൾ തോന്നി ഒരു അഭിഷേകം പ്രാപിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അന്നൊക്കെ ആളുകൾ ആദ്യം കണ്ടാ ചോദിക്കുന്നത് അതാ ചോദിക്കുന്നത്. പേരും നാളും കൂടുമെന്നല്ല ചോദിക്കുന്നത്. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു സഭയിൽ കയറിച്ച് നീ അഭിഷേകം പ്രാപിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അന്നത്തെ ചോദിക്കുന്നത് അതായിരുന്നു. പണ്ടത്തെ കാലത്തെ പോലെ നല്ലൊരു ആത്മീയതയുടെ സുവർണ്ണ കാലഘട്ടം ഉണ്ടാകട്ടെ. അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടൊരു വലിയൊരു സംഭവം ഉണ്ടായി, ഒരു മഹാസംഭവം. ആസ്മയിലൂടെ ഞാൻ യേശുവിന്റെ മകനായി മാറിയെങ്കിൽ അടുത്ത സംഭവം, അന്ന് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായവര് വളരെ വിരലുണ്ടാവുന്നതിന് മാത്രമേ മരിച്ചു കൊടുത്തതിലേക്ക് ചേർക്കപ്പെട്ടുള്ളൂ. ബാക്കിയെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. 92 ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരത്ത് അന്നത്തെ എന്റെ റൂംമേറ്റ്, ഇന്ന് പെരിന്തൽമണ്ണ സിറ്റിക്കകത്ത് IPC ചർച്ചിന്റെ എസ്റ്റാബ്ലിഷ് ചർച്ചാണ്. ആ ചർച്ചിന്റെ പാസ്റ്റർ NM ജോൺ ഷാജു എന്ന് പറയും, കർത്താവിന്റെ ദാസനാണ്. അന്ന് എന്റെ റൂംമേറ്റ്. അദ്ദേഹം ഒരു കമ്പനി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം റൂമിലില്ല. ഒരു വൈകുന്നേരമായ സമയത്ത് എനിക്ക് ടെമ്പറേച്ചർ കയറുന്നു, ഷിവറിങ് വരുന്നു. പെട്ടെന്ന് ലോട്ട് ഓഫ് ബ്ലഡ്, നിറച്ച് രക്തം ഞാൻ കക്കിയ.
എനിക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. ടീഷർട്ടും ലുങ്കി മാത്രമേ ഉള്ളൂ. ഒക്കാനും വന്ന് കക്കിയല്ല, ടാപ്പ് തുറന്നിട്ട് രക്തം ഒഴുകിയ. ഞാൻ ഇറങ്ങി ഓടി. ഞാൻ വെളിയിൽ ചേർന്ന കോൺക്രീറ്റ് മുറ്റത്ത് തെന്നി വീണു. 2 തമിഴ് സ്ത്രീകളെ ഈ സംഭവം കൊണ്ട് മാറത്തടിച്ചു നിലവിളിച്ചു. അവരോർത്ത് ആരും എന്നെ അറ്റാക്ക് ചെയ്തായിരിക്കും. അടിമുടി രക്തം, ടീഷർട്ടും ലുങ്കി എല്ലാം ബ്ലഡാണ്. ചർച്ചിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ട്, പുറമറ്റം സ്വദേശിയാണ്. തോമാച്ചായനും മേരിക്കുട്ടി മാമയും. മേരിക്കുട്ടി മാമ നിത്യയിൽ പോയത്, തോമാച്ചായൻ 6 വർഷം മുമ്പ് നിത്യയിൽ പോയി. മേരിക്കുട്ടി മാമ 5 മാസം മുമ്പ് നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. മേരിക്കുട്ടി മാമയുടെ മോള് ഇന്ന് UK-യിലാണ്. അവളുടെ സൺലോ ബോംബെ സ്വദേശിയാണ്. ബോണൻകോട്ട് ബോംബെ മലയാളി. ഈ ആന്റി ഓടി വന്ന് ശബ്ദം കേട്ടുകൊണ്ട്, ആരും അടുക്കുന്നില്ല. എന്നെ കണ്ടപ്പോ എന്റെ പൊന്നു മോനെ എന്താണോ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചോണ്ട് ഓടി വന്ന് എന്നെ ഞങ്ങൾ കോരിയൊക്കെ എടുത്തു. ഞാൻ ഈ ആന്റി മേരിക്കുട്ടി മാമയുടെ കൈക്കത്ത് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ കക്കുന്ന കട്ടച്ചോര തന്റെ കഴുത്തയിലും കവളയിലും ബ്ലൗസിലും ഒക്കെ തെറിച്ചു വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു അറപ്പും ഒരു വെറുപ്പും കൂടാതെ എന്നെ ഇങ്ങനെ താങ്ങി വെച്ചിരിക്കുക. ആളെല്ലാം കൂടെ ഓടിക്കൂടുന്നു. നനഞ്ഞ തുവർത്ത് വരുന്നുണ്ട്, ഐസൊക്കെ വരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ തല താത്തിട്ട് കാല് പൊക്കിയൊക്കെ വെക്കുന്നുണ്ട് ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മേരിക്കുട്ടി മാമയുടെ കൈക്കാത്തിരുന്ന് ഞാൻ അൺകോൺഷ്യസ് ആയി പോയി. ബോധം കിട്ടുപോയി. ഞാൻ ബോധം തെളിഞ്ഞപ്പോൾ മദ്രാസ് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. ചെന്നൈ സെൻട്രൽ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ചെന്നൈ മെഡിക്കൽ കോളേജിൽ ഞാൻ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. പാസ്റ്റർ എം ബീപ്പൻ പാസ്റ്ററെ അറിയിച്ചു. പാസ്റ്റർ എം ബീപ്പനും അന്നുള്ള ദൈവമക്കളെല്ലാം കൂടെ ഓടിക്കൂടി. ഞാൻ ചിന്തിക്കാറ്, ഇന്നെങ്ങാണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവന്റെ കഥ കഴിഞ്ഞതന്നെ. അന്നത്തെ ആത്മീയതയുടെ ശ്രേഷ്ഠതയാണ്. ഈ എം ബീപ്പൻ പാസ്റ്റർ അടിയന്തര ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. എന്റെ ആയുസ്സിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. സഭ പ്രാർത്ഥന ആരംഭിച്ചു. ഞാൻ പലപ്പോഴും ബോധം കെട്ട് കിടക്കുകയാണ്. കാരണം ബ്ലഡ് പോകുമ്പോൾ ബോധം പോകും, ബ്ലഡ് കയറ്റുമ്പോൾ ബോധം ലഭിക്കപ്പെടും. ബോധം വന്നപ്പോ ഞാൻ എമർജൻസി വാർഡിൽ കിടക്കുകയാണ്. അന്നേരം അവിടുത്തെ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജാറാം, ഡോക്ടർ അയ്യര് പറഞ്ഞ വാക്ക് ഞാൻ കേൾക്കുക. സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായ ഡോക്ടറാണ് ഡോക്ടർ അയ്യര്. അദ്ദേഹം പറയുന്ന വാക്ക് കേൾക്കുക, എനിക്കൊരു ഓപ്പൺ ഹാർട്ട് വേണം. എനിക്കൊന്നും അറിയത്തില്ല, എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതിന്റെ ഹൃദയം കയറാൻ പോകുന്നു. പന്ത് കളിച്ച് 4 കാലം നടക്കുന്ന ഞാൻ അൺഫിറ്റ് ആണ്. വിശ്വസിക്കാൻ വയ്യ എനിക്ക്. ബ്രോങ്കൈറ്റിസ് എന്താ വിഷയം എനിക്കറിയാൻ വയ്യ. ഓപ്പൺ ഹാർട്ട് വേണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ബോധം കിട്ടുപോയി. ചുരുക്കി പറയട്ടെ, അന്ന് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടൊക്കെ ഇരുന്ന ആ പ്രിയപ്പെട്ടവര് നല്ലൊരു പേഴ്സന്റും കർത്താവിന്റെ ദാസന്മാരായി തീർന്നു. അന്ന് എന്റെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടിരുന്നു. നാട്ടിൽ അറിയിച്ചു. എന്റെ ഡെഡ് ബോഡി എന്ന് വരും കാത്തിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ബ്രദറ്, എന്റെ അമ്മാച്ചന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചെന്നൈക്ക് തിരിച്ചു. ഡെഡ് ബോഡി കൊണ്ടുവരാൻ വേണ്ടി ചെന്നൈക്ക് തിരിച്ചു. പക്ഷേ എന്നെ ശുശ്രൂഷിക്കുവാൻ ആ സഭ അവരെ അടുപ്പിച്ചില്ലെന്നുള്ളത്. അവര് പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ മലമൂത്ര വിസർജനമൊക്കെ അവര് അറപ്പും വെറുപ്പും കൂടാതെ എടുത്തതൊക്കെ എനിക്ക് അർത്ഥബോധത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവര് ഇന്ന് പലരും കർത്താവിന്റെ ദാസന്മാരാണ്. സ്തോത്രം. പാസ്റ്റേഴ്സ് ആണ്. ആമേൻ. വീണ്ടും ഞാൻ ബോധം കെട്ടുപോയി. ഞാൻ വീണ്ടും ഇമ വെട്ടി കണ്ണ് തുറക്കുമ്പോൾ, ബോധം തെളിയുമ്പോൾ, ഞാൻ ICU കിടക്കുന്ന മിഡ് നൈറ്റ് ആയി കീക്കുന്ന സൗണ്ട് ഉള്ള മെഷീന്റെ മനസ്സിലായി. ഇത് ICU വാർഡാണെന്ന് എനിക്ക് മനസ്സിലായി. അർത്ഥബോധമാ. നേരത്തെ എമർജൻസി വാർഡിലായിരുന്നു, ബോധം കെട്ടുപോയി. പിന്നെ ഇപ്പം ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. ICUലാന്ന് മനസ്സിലായി. ഒരു മിഡ് നൈറ്റാ കേട്ടോ, ഒരു പാതിരാത്രിയായി. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ ലൈഫ് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി. അവിടെ ഇങ്ങനെ കിടക്കുക. കളിക്കാൻ വന്നതും കളിക്ക് വേണ്ടി ഓടിയതും ഫ്യൂച്ചറിന് വേണ്ടി ഓടിയതും യൗവനമോഹന സ്വപ്നങ്ങളുമായിട്ട് നാട് വിട്ട് ചെന്നൈ വന്നതും
ഒരു തിരനോട്ടം നടത്തി ഞാൻ അവിടെ കിടന്നു. നേരം വെളുത്ത് വേണ്ട കീറാൻ പോവുകയാണ്. 12 കുപ്പി അങ്ങോട്ട് രക്തമൊക്കെ അവർ കളക്ട് ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത്. പലപ്പോഴും ഞാൻ ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് അവര് പിന്നാലെ പറയുന്ന കാര്യമാണ്. ഗോത്രം മക്കളില്ലാത്തൊരു അമ്മാമയുണ്ട്, കോട്ടയംകാരിയ. അച്ചായ മരിച്ചു, ബേബിച്ചായ മരിച്ചുപോയി. കുഞ്ഞുമാമ ഇങ്ങോട്ട് കേറി വരുമ്പോ അത് കക്കുന്ന കാര്യം കാണുന്നത്. ഒരാള് ഇങ്ങനെ പിടിച്ചേക്ക, അതിന്റെ ഒരു ബേസം പിടിച്ചിരിക്കുക, രക്തം. ഉമ്മാമ ഇങ്ങനെ തല കഴിച്ച് പറഞ്ഞു, എന്റെ കർത്താവേ, ഇവനെ വിട്ടു തന്നാൽ, ആയുസ്സോട് തന്നാൽ ഞാൻ ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേരുകയാണ്. മാമ പ്രാർത്ഥിക്കുന്ന അമ്മാമയാണ്. ആ സ്നേഹം കൊണ്ട് ആയുസ് തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ സൗഖ്യമായി പുറത്തു വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. നീ എന്താ തീരുമാനിച്ച എനിക്ക് അറിയത്തില്ല, ഞാൻ ദൈവസേനയിൽ അങ്ങ് അറിയാതെ അങ്ങ് പറഞ്ഞു പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് തന്നെയായിരുന്നു എന്റെ തീരുമാനം. അതാണ് പ്രിയമുള്ളവരെ, ഞാൻ ആ അർദ്ധരാത്രിയിൽ ഐസിയു കിടന്നുകൊണ്ട് യൗവനമോഹന സ്വപ്നങ്ങളുമായിട്ട് നാട് വിട്ട് ചെന്നൈയിലെത്തി. ആസ്മയിലൂടെ യേശുവിന്റെ മകനായ യേശു ആരാന്നറിഞ്ഞു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചു. കർത്താവിന്റെ ദൈവാത്മാവിനെ നിറഞ്ഞു ഞാൻ. നേരം വെളുത്ത ഫസ്റ്റ് ഓപ്പറേഷൻ എന്റേതാ. നേരം വെളുത്താലുള്ള ഫസ്റ്റ് സർജറി എന്റേതാ. ചിന്തിച്ചു, അല്ല, ഓപ്പറേഷൻ കൂടെ ഒരു സൗഖ്യം കിട്ടിയാൽ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല. കാരണം എന്തിനാണ് അങ്ങനെ സൗഖ്യം? എനിക്കറിയാവുന്ന ഒറ്റ പണിയേ ഉള്ളൂ, അത് റിങ്ങിൽ പന്തിടുക എന്നുള്ളതാണ്. അത് ചെയ്യണമെങ്കിൽ നല്ല ഫിറ്റ്നസ് വേണം, സൗഖ്യം വേണം. അല്ല, അതിലും ഭേദം ചാകുന്നത് നല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് ചെറുപ്പത്തിൽ ഒരു വിധിയുടെ ബലിയാടായിട്ട് ജീവിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു ചിന്തിച്ച് ചെയ്യാൻ? അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി കേട്ടോ. ആ തീരുമാനമാണ് ഈ തീരുമാനം. ആരെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ഇന്ന് രാത്രി ആ തീരുമാനം അംഗീകരിക്കും ദൈവം കേട്ടോ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആത്മാർത്ഥതയുള്ള തീരുമാനമെടുത്താൽ ആ തീരുമാനം കർത്താവ് അംഗീകരിക്കും. ഞങ്ങളുടെ തീരുമാനം ഇതാ. കർത്താവിന്റെ അന്ന് ഞങ്ങളുടെ പാസ്റ്ററിന് ഒരു ചേതക്ക ഉള്ളത്, എം ബി പിൻ പാസ്റ്ററിന് ചേതക്ക. ആദ്യം ലാമ്പിയ തമ്പുരാനെ ഞാൻ ഓർക്കുന്നുണ്ട്. ചവിട്ടി കർത്താവിന്റെ ദാസം മീറ്റിംഗ് കഴിഞ്ഞത് ചവിട്ടി അത് സ്റ്റാർട്ട് ആകുന്നു. അത് കഴിഞ്ഞ് ചേതക്ക് കിട്ടി. എന്നിട്ട് ചേതക്കിന്റെ പുറകിൽ ചേതക്ക് പാസ്റ്റർ ഓടിക്കുന്നു, പുറകിൽ അമ്മമ്മ പിടിച്ചിരിക്കുന്നു. ഇതായിരുന്നു കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. എനിക്ക് ഇതാ ഉണ്ടാവും. കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള ബേർഡനോ എതിരുകളോ പ്രയാസമോ എനിക്കറിയത്തില്ല. അത് പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. ഞാൻ ചിന്തിച്ച ഒരു വൈറ്റ് കോളർ ജോബായിട്ടാണ് കർത്താവിന്റെ വേലയിൽ കണ്ടത്, അന്ന് കണ്ടിരുന്നത്. ഞാൻ തീരുമാനത്തിലെത്തി. ആ തീരുമാനം ഇതാ. ആ തീരുമാനം നിങ്ങളോട് പറയാം. ട്രിപ്പ് കയറ്റി ബ്ലഡ് പോയി ഒരു ജീവശവം പോലെ കിടക്കുക. പരസഹായം കൂടെ എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പും തുടുപ്പും ഉണ്ടല്ലോ, യേശു മാത്രമായിരുന്നു അന്ന് രാത്രി. ഞാൻ തീരുമാനം ഇതാ, യേശുവേ, കർത്താവേ, നേരം വെളുത്ത് കത്തി വെക്കാൻ പോവുക. കത്തി റെഡിയാ. നേരം വെളുത്ത് കിട്ടിയാൽ മതി, കത്തി നെഞ്ചത്ത് കയറും, ഉറപ്പാ. കത്തി എന്റെ ഹാർട്ടിൽ വരാതെ ഡോക്ടറുടെ കൈ വരുന്നതിന് മുമ്പേ അങ്ങയുടെ കൈ വന്നാൽ എനിക്ക് സൗഖ്യം കിട്ടും. ഞാനങ്ങ് പറയാം, അന്തരാത്മ പറയാ, കർത്താവായ യേശുവേ, കത്തി വെക്കാതെ എനിക്കൊരു സൗഖ്യമുണ്ടെങ്കിൽ, ഞാന് ഇനി പന്ത് കളിക്കാൻ പോകത്തില്ല, നിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നു. ദൈവങ്ങളെ യാതൊരു പറയാങ്ങ് ചെവിക്ക് പിടിച്ച് കറക്കി പറയുക. ഇത് പറയാൻ വേണ്ടി ബാസ്കറ്റ്ബോൾ കോർട്ടിൽ നിന്ന് മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേറ്റേണ്ടി വന്ന ദൈവത്തിന് ഒരിക്കലും ഞാനല്ലെങ്കിൽ ഈ നില വരുത്തില്ല ദൈവമക്കളെ. അന്ന് എല്ലാരും ചോദിച്ചു, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ, ഇവിടെ 4 കാലം നടന്ന ചെറുപ്പക്കാർ എന്താണ് സംഭവിച്ചത്? ഇന്ന് പറയാൻ പറ്റും, അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്, അങ്ങനെ രക്തം കക്കി അങ്ങനെ ആയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനായി തീർന്നത്. ആമേൻ. കർത്താവായ യേശുവേ, ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൊതിയാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ജീവിക്കാൻ എനിക്ക് കൊതിയുണ്ട് യേശുവേ. കത്തിവെക്കാതെ എന്നെ വിടുവിച്ചാൽ അങ്ങനെ ഒരു ആയുസ് ഉണ്ടെങ്കിൽ ഇനി ഞാൻ സ്പോർട്സ് ചെയ്യാൻ വേണ്ടി പോകത്തില്ല. അങ്ങനെ ഒരു ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി മാറാൻ തീരുമാനമെടുത്തു, ഉറച്ച തീരുമാനമെടുത്തു. മക്കളെ, ഏർലി മോർണിംഗ് അതിരാവിലെ വന്നു.
കുറച്ചുകൂടെ എനിക്ക് പരിസരമൊക്കെ എനിക്ക് ലെവലാകുന്നുണ്ട് കേട്ടോ, കുറച്ച് ക്ലിയർ ആവുന്നുണ്ട് എനിക്ക് ആ സമയത്ത്. കാരണം മിഡ് നൈറ്റ് അവരെ കൊണ്ട് കയറ്റി പോലെ കുറച്ചുകൂടെ എനിക്ക് ഒരു വ്യത്യാസം വന്നു തുടങ്ങുന്നുണ്ട്. എനിക്ക് ദേവസ്വസിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ആമേൻ, സ്തോത്രം. ഡോക്ടർ അനശേഷിക്കുമ്പോൾ ചെക്ക് സംഭവം ഉണ്ടായി. അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അന്ന് സംഭവിച്ചത്. അന്ന് എന്റെ കൂടെ ഇരുന്ന 2 ദേവദാസന്മാരന്ന് ബൈസ്റ്റാൻഡറായിട്ട് അന്ന് എന്റെ കൂടെ ICU വരുന്നതിന് മുമ്പ് എമർജൻസി വാർഡിൽ നിന്നപ്പോ ആയിരുന്നത്. പ്രത്യേക അനുമതി ചോദിച്ച് 2 ബൈസ്റ്റാൻഡേഴ്സിനെ ആക്കി. അന്ന് ഒരു ബാബുച്ചാൻ, അദ്ദേഹം അമേരിക്കയിലാണ്, അദ്ദേഹം പാസ്റ്ററാണ്. അന്ന് പാസ്റ്റർ രമേഷ് ബാബു, അദ്ദേഹം മുളക്കടയിലുണ്ട്, താമസിക്കുന്നതും ചങ്ങനാശ്ശേരിയിലാണ്. 2 പേരെ എന്റെ കാൽക്കിലും തലക്കിലിരിക്കുക. ഇതിനോ ICU വരുന്നതിന് മുമ്പ് എമർജൻസി വാർഡിലായിരുന്ന സമയത്ത് 2 ബൈസ്റ്റാൻഡേഴ്സിന്റെ ഇടയിൽ വെച്ച് ഡ്യൂട്ടി മാറി വന്നൊരു മലയാളി നേഴ്സ് അറിയാതെ എനിക്ക് ലിക്വിഡ് ഫുഡ് ഇഞ്ചക്ട് ചെയ്യും. ട്യൂബ് വഴി ലിക്വിഡ് ഫുഡ് തന്നു, പാലോ എന്തോ ലിക്വിഡായിട്ടുള്ള ഇഞ്ചക്ട് ചെയ്തു. അത് മിസ്റ്റേക്കാണ് സംഭവിച്ചത്, അബദ്ധം പറ്റിയതാണ്. ഇന്ന് ഓപ്പറേഷനുള്ള എനിക്ക് തലേന്ന് ഫുഡ് കൊടുക്കില്ല, തലേ രാത്രി ഫുഡ് കൊടുക്കില്ല എന്നായിരുന്നു. അബദ്ധം പറ്റി ഫുഡ് പോയപ്പോൾ മോർണിംഗ് നോക്കിയപ്പോണ്ട് എന്റെ വയറ് എംപ്റ്റി സ്റ്റൊമക്ക് അല്ല. ഒത്തിരി എണ്ണം കിടക്കുകയല്ലേ, മെഡിക്കൽ കോളേജല്ലേ, അവർക്ക് എന്തോ അബദ്ധം പറ്റി പോയതാ. പക്ഷേ ദൈവത്തിന്റെ കൃത്യമായ കാര്യപരിപാടിയായിരുന്നു. അതൊരു അബദ്ധമല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഡോക്ടർ നോക്കിയപ്പോണ്ട് ഇന്ന് സർജറി നടക്കത്തില്ല, കാരണം എംപ്റ്റി സ്റ്റൊമക്ക് അല്ല. ഡോക്ടർ ഷൗട്ട് ചെയ്തു. നാസിനെ എല്ലാരും കൂടെ തല്ലിക്കേറി കൊന്നില്ലെന്നേ, ഭയങ്കര പ്രശ്നമായി, ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞു. എന്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. സഹോദരന്മാര് പറഞ്ഞ സെക്കൻഡ് ഡേ ഡോക്ടറിന് വരാൻ പറ്റില്ല, എന്തോ ഇഷ്യൂസ് ഉണ്ടായി. ഡോക്ടർ 3rd ഡേ വന്നു, 3-ാം ദിവസം വന്നു. വലിയ ക്രൗഡ് കൂടെ നിൽക്കുകയാണ്. എന്റെ എല്ലാമായ പാസ്റ്റർ MB ഈപ്പനാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാം നിൽക്കുന്നത്. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വന്ന എന്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. സഹോദരൻ, ഇപ്പോഴത്തേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ആളുകൾ എന്നെ വെല്ലൂര് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരെല്ലാം സന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. ഇവിടെ പറ്റത്തില്ല, അങ്ങനെ എന്തിനു വേദന നിൽക്കുക. അവിടുത്തെ മലയാള സമാജം, ചർച്ചകള്, ദൈവമക്കള്, ദൈവദാസന്മാര്, ഒരു ക്രൗഡോട്, വലിയ ക്രൗഡുണ്ട്. കാരണം ഇങ്ങനത്തെ കൂടാൻ കാര്യം ആത്മീയതയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്ന കാലഘട്ടം. സ്തോത്രം. ആമേൻ. അന്നേരം ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തു, പറഞ്ഞു എംപ്റ്റി സ്റ്റൊമക്ക്, അതുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തു. 3-ാമത്തെ ദിവസം വന്നു, ഡോക്ടർ ചെക്ക് ചെയ്യുന്നു, എല്ലാരും കൂടെ പുറത്ത് നിൽക്കുന്നു. ഡോക്ടർ അയ്യര് പാസ്റ്റർ ഈപ്പൻ പാസ്റ്ററെ വിളിക്കുന്നു. പാസ്റ്റർ ഈപ്പൻ ഓടി വരാൻ പോകുന്നു. വിളി കേട്ടപ്പോ ഓർത്ത് ഞാൻ തീർന്നതായിരിക്കും. ഓടിച്ചെന്ന് അകത്ത് കയറി ഡോക്ടറെ ആള് പോയെന്ന് ചോദിച്ചു. ഡോക്ടർ ചൂണ്ടിട്ട് പറയുക, ഞാൻ സ്പോർട്സ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മനുഷ്യന് ഓപ്പറേഷന്റെ ആവശ്യം കാണുന്നില്ല. എന്നെ ചൂണ്ടിട്ട് പറയാം, ഇദ്ദേഹത്തിന് ഓപ്പറേഷന്റെ ആവശ്യം രാവിലെ കാണുന്നില്ല. അന്ന് പാസ്റ്റർ ചോദിച്ചു, എന്താണ്, എന്ത് പറ്റി? ഞങ്ങളുടെ മെഡിക്കൽ ലൈഫ്, എന്റെ മെഡിക്കൽ ലൈഫ് സെക്കൻഡ് മിറാക്കിൾ. 1-ാമത്തെ ഏതാൻ ചോദിച്ചു, നിങ്ങളെപ്പോലെ പ്രയർ ഗ്രൂപ്പിൽപ്പെട്ട സ്ത്രീയുടെ പെന്തക്കോസ്തിൽ ട്യൂമർ കണ്ടില്ല ഫിയേഴ്സ് ബാക്ക്. 1-ാമത്തെ അത്ഭുതം. നിങ്ങൾ സെയിം ഗ്രൂപ്പ് അല്ലേ പാസ്റ്റർ ഈപ്പൻ? പ്ലീസ് പ്രേ ഫോർ മീ. എന്റെ മെഡിക്കൽ ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഡോക്ടർ ഫാസ്റ്റോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. 2 മാസം റെസ്റ്റ് എടുക്കുക, വീണ്ടും പോയി പന്ത് കളിച്ചോളാൻ പറഞ്ഞു. ദൈവമക്കളെ കേൾക്കുന്ന കത്തി വെക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ആദ്യം അവർ തന്നി ഇഡലിയും മുട്ട പുഴുകിയതെ കൊണ്ട് തരുന്ന പിറ്റേ ദിവസം. പിന്നെ ഫാസ്റ്റ് റിക്കവറിയാ, ചുടലമായി മാറ്റം വരും അദ്ദേഹത്തിന്. അത് ഈസിയായിട്ട് ദഹിച്ചു മാറി. ഡോക്ടർ പറഞ്ഞ് 2 മാസം റെസ്റ്റ് എടുക്കുക, വീണ്ടും പോയി പന്ത് കളിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പന്ത് പിടിക്കാൻ കരുത്തില്ലാത്തോണ്ട്, സ്റ്റാമിന ഇല്ലാത്തോണ്ടുമല്ല ഈ പുസ്തകം എടുത്തോണ്ട് ഇറങ്ങിയത്, യേശു സൗഖ്യമാക്കിയതുകൊണ്ട് ഇറങ്ങി. ഞാന് ഇതിനോട് ബന്ധപ്പെട്ട് സമയമുണ്ടോ? ഞാന് പല വേദികളിൽ പ്രസംഗിച്ച ഒരു സംഭവം കൂടെ ഇതിനൊക്കെ കണക്ട് ചെയ്യാം. 21-23 പെന്തക്കോസ്റ്റൽ കുവൈറ്റ്, PCK കുവൈറ്റിലെ ഏറ്റവും വലിയ ചർച്ച. ആ ചർച്ചിന്റെ അപ്പോയിന്റഡ് പാസ്റ്ററായിട്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. 21-23 അൺഫോർച്ചുനേറ്റ്ലി പോകാൻ പറ്റിയില്ല. കുവൈറ്റ് ഗവൺമെന്റ് കോവിഡിന് ശേഷം വിസ ഇഷ്യൂ ചെയ്തില്ല. എനിക്ക് മാത്രമല്ല ബാധിക്കപ്പെട്ടത്, എല്ലാ വിഭാഗക്കാർക്കും അത് ബാധിക്കപ്പെട്ടതാണ്. നല്ല ചാൻസ് കിട്ടി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റിയില്ല. അന്നേരം അന്നത്തെ കുവൈറ്റ് ചർച്ചിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞു,
ഫാസ്റ്റ് ഒരു പ്രീ മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. കാരണം GCC കൺട്രീസിൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ടഫ് ഇവിടെ ചോദിച്ചാൽ കുവൈറ്റില്ല. നാട്ടിലും ചെയ്യും, അവിടെയും വന്ന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രീ മെഡിക്കൽ ടെസ്റ്റ് നടത്താമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരിഹരിക്കാം. അന്നേരം ഞങ്ങള് ചർച്ച വിട്ടിട്ട്, അന്നേരം പുരയിലൂരുള്ള തുള്ളിക്കോട് IPC ഗിൽഗാൽ ചർച്ചിലെ പാസ്റ്ററായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സെലക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ചർച്ച വിട്ടിട്ട് മോന്റെ പഠന സൗകര്യാർത്ഥം ഞാൻ കുമ്പനാട് താമസമാക്കി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത മെഡിക്കൽ കോളേജായ പുഷ്പരി മെഡിക്കൽ കോളേജ് ചെന്നു പ്രീ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി. ആമേൻ. ഞാൻ ചെന്ന് ഞാൻ ഡോക്ടറോട് കാര്യം പറഞ്ഞു. കാർഡിയോളജിസ്റ്റ് കണ്ടു, ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോർജ് കൂശി മല്ലശ്ശേരി സ്വദേശിയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞ HIV, ഹെപ്പറ്റൈറ്റിസ് B, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി എല്ലാം ചൂണ്ടുവരാൻ ചെയ്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് കാർഡിയോ ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പണ്ടത്തെ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ല കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വല്ല സംശയം കയറിയിട്ട് ഇനി അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് ഇവിടെ അതുകൊണ്ടൊന്നും പറയണ്ടെന്ന് കണ്ട് ഞാനത് പറയാൻ പോയില്ല. അദ്ദേഹം ECG എടുത്തു, എക്കോ എടുത്തു, TMD ട്രെഡ്മില്ലിൽ കയറ്റി ഓടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് സിസ്റ്റത്തിന് മുമ്പ് എന്നെ കൊണ്ടുവന്നിരുത്തി. ഞാൻ പാസ് പറഞ്ഞു. ഇന്നതിന് വേണ്ടി പോകേണ്ടതിന് ഒരു പ്രീ മെഡിക്കൽ ടെസ്റ്റ് ആണെന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ഇത് പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തു പോട്ടെ. എന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ? ഇദ്ദേഹം എന്നോട് ചോദിക്കുക, നേഴ്സ് കൂടെ നിൽക്കുക, പാസ്റ്ററുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടർ, ഞാൻ രാവിലെ എണീക്കും, പ്രാർത്ഥിക്കും, മോർണിംഗ് ഡിവോഷൻ ഉണ്ട്, പ്രാർത്ഥിക്കും, പിന്നെ ഫാസ്റ്റിംഗ് പ്രയർ ഇല്ലെങ്കിൽ ഞാനും മോനും കൂടെ, അന്ന് അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുക, ഞാനും മോനും കൂടെ ഫാസ്റ്റിംഗ് പ്രയർ ഇല്ലെങ്കിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുക. പഴയ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുക. അതുകൊണ്ട് ഒരു പാസ്റ്റർ ലുക്ക് എനിക്ക് ഇല്ലാത്ത. ഞാൻ പാസ്റ്റർമാരെ വിമർശിക്കില്ല കേട്ടോ. സാധാരണ പാസ്റ്റേഴ്സെ കുറച്ച് പുഷ്ടിയുണ്ട്, ഇച്ചിരി ആപ്പിൾ ബില്ലിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എറണാകുളത്തായിരുന്നപ്പോ സമയത്ത് ഫിസിക്കൽ ട്രെയിനിങ് സം ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞ ടോപ്പിക് വെച്ച് പാസ്റ്റേഴ്സിന്റെ വർക്കേഴ്സ് മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പാസ്റ്റേഴ്സ് വന്നിട്ട് പോയി ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ വയർ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പൗലോസ് തീമത്തിയോട് പറഞ്ഞ പദമാണ് ഫിസിക്കൽ ട്രെയിനിങ് സം ബെനിഫിഷ്യൽ. ഒത്തിരി ഉറുമാല് വിട്ട് സൗഖ്യമാകുന്ന കാലത്ത് സെന്റ് പോള് തീമത്യോസിനോട് പറയുകയാണ്, മകനെ തീമത്യോസെ, വ്യായാമം നിന്റെ ശരീരത്തിന് അല്പം ഗുണം ചെയ്യും. വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, ഞാൻ നിങ്ങളിത് അടിച്ചേൽപ്പിക്കുന്നില്ല. സ്തോത്രം. അന്നേരം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ അല്പസമയം വ്യായാമം ചെയ്യും എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കേൾക്കണോ, ഫസ്റ്റ് യു ആർ ഫിറ്റ്, ഇങ്ങനെ പറഞ്ഞു, യു ആർ ഫിറ്റ്, എസ്പെഷ്യലി ട്രെഡ്മില്ലിന്റെ അകത്ത് 100% ഫിറ്റ്നസ് കാണിക്കുന്നു. ഞാൻ നന്ദി പറഞ്ഞു, കർത്താവേ താങ്ക് യു ലോർഡ്. അന്നേരം ഞാൻ പറഞ്ഞു, ഡോക്ടർ 92-ൽ എന്റെ ഹാർട്ട് കയറാൻ വേണ്ടി കയറ്റിയാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അത് വ്യായാമത്തിന്റെ ഫിറ്റ്നസ് അല്ല, യേശുവിന്റെ കൈയുടെ വിടുതലാണ്. ഇന്ന് രാത്രി കർത്താവ് അൺഫിറ്റിനെ തൊട്ടാൽ അവൻ ഫിറ്റായി മാറുന്ന രാത്രിയാണ്. എത്ര പഴകിയ കേസുകളാണെങ്കിലും, എത്ര ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിലും, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ യേശു തൊട്ടാൽ ഇന്ന് രാത്രി അൺഫിറ്റ് ഫിറ്റാകുന്ന രാത്രിയാ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ 92 ഞാൻ പന്ത് കളിക്കാൻ പോയതാണ് ചെന്നൈയിൽ, അന്നേരം ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ വേണ്ട, ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പൊ തന്നെ പുറത്ത് ഒത്തിരി പേര് ഇരിക്കുക, ഒരുത്തന്നെ അങ്ങോട്ട് കയറിയിട്ട് ഇതുവരെ ഇറങ്ങി വരുന്നില്ല, ഭയങ്കര പേഷ്യന്റ് ഉള്ള ഡോക്ടറാ. ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ കൂടെ പുറത്ത് ഭ്രാഗുവാ, ഞാൻ പുറത്ത് ചെന്ന് അവരെന്നെ തല്ലി കീറും, അതുകൊണ്ട് ഇല്ല, ഇനിയൊരു സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ഇത് പറയാം. ഡോക്ടർ പറഞ്ഞു കേൾക്കണോ, എന്റെ പൊന്നു ദാസേ, എന്നെ പൊന്നു പാസ്റ്ററെ, നിങ്ങൾ തുടങ്ങിയില്ലേ, ആരോട് ഇരിക്കട്ടെ, നിങ്ങൾ പറയാൻ പറഞ്ഞങ്ങോട്ട്. എന്റെ ദൈവമക്കളെ, ഞാൻ ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നത് പോലെ പുഷ്പൂരി മെഡിക്കൽ കോളേജിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോർജ് കോശി, ആ ബഹുമാനപ്പെട്ട ഡോക്ടർ മുമ്പാകെ ഞാൻ എന്റെ ടെസ്റ്റ് മണിയുടെ ചാക്ക് കെട്ടി ഞാൻ അഴിച്ചങ്ങോട്ട് ഇട്ടിയ. ഡോക്ടർ ഇങ്ങനെ കേൾക്കുക. ഞാൻ പറഞ്ഞ ഡോക്ടർ രാജാറാം, ഡോക്ടർ അയ്യര്, എനിക്ക് അദ്ദേഹത്തെ അറിയാം, പുള്ളി പറയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അത് ഫേമസ് ഡോക്ടർ അന്നത്തെ ചെന്നൈയിലേക്ക്. ഞാൻ പറഞ്ഞു, കത്തി വെക്കാതെ യേശുവിനെ വെടിവെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഉണ്ടല്ലോ അറിയാതെ ഹല്ലേലൂയ പറഞ്ഞു ഇദ്ദേഹം. ഞാൻ ഞെട്ടിപ്പോയി, നേഴ്സ് ഞെട്ടിപ്പോയി. അദ്ദേഹം മർദ്ദനക്കാരനാണെങ്കിലും അദ്ദേഹം ആത്മീകനാ. നമ്മുടെ സഭയ്ക്കകത്തെ ആളുകളെ ഒരു ഹല്ലേലൂയ പറഞ്ഞ ദൈവമക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പാസ്റ്റർമാര് കണ്ടക്ഷോഭം ചെയ്ത തൊണ്ടയൊക്കെ കീറി
പല്ലും ഒക്കെ തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പോലും ആരും ഒരു അല്ലെങ്കിൽ ഒരു നമ്മുടെ ആളുകൾ ഇതുവരെ പറയാറില്ല. അത് അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. വിടുതലിന്റെ ടെസ്റ്റ് മണി കേട്ടപ്പോൾ ഈ ഡോക്ടർ അറിയാതെ ഇദ്ദേഹം പറഞ്ഞേക്കണോ മാസ്റ്റർ ദാസ്, നിങ്ങൾ ഫിറ്റാണ്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പൊക്കോണമെന്ന് പറഞ്ഞു. രാവിലെ എണ്ണിക്കണം, ഡിവോഷൻ ചെയ്യണം, വ്യായാമം ചെയ്യണം, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, ഞാൻ പറയട്ടെ, ഞാൻ ഒരു ചിന്ത പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു ചിന്ത പങ്കുവെച്ച് ഞാൻ കിടക്കുന്ന ICU വാർഡിൽ കിടക്കുന്ന അന്നത്തെ രാത്രി എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ICU വാർഡിൽ കിടക്കുകയാണ്. ഞാനിങ്ങനെ തീരുമാനമെടുക്കുന്ന രാത്രി, ഞാൻ ഉണരുന്ന രാത്രി, എനിക്ക് ബോധം തിരിച്ചു കിട്ടുന്ന രാത്രി, ഞാൻ തീരുമാനമെടുക്കുന്ന രാത്രി, ദ സെയിം ടൈം ഡോക്ടർ അയ്യര് ഉറങ്ങുന്ന രാത്രിയാണ്. എന്റെ ഹാർട്ട് കയറാൻ വേണ്ടി എന്റെ ചീഫ് ഡോക്ടർ അയ്യർ ഉറങ്ങുന്ന രാത്രിയാണ്. തിയേറ്റർ ഓക്കെയാണ്, കത്തിയൊക്കെ ക്ലീൻ ആണ്. പുള്ളി ഉറങ്ങുന്ന എന്താ അറിയാവും, നേരം വെളുത്ത് ഈ കത്തി ക്ലീൻ ആക്കി വെച്ച് കത്തി കൊണ്ട് എന്റെ ഹൃദയം വെട്ടിപ്പൊളിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ തീരുമാനം. ദ സെയിം ടൈം എന്റെ പാസ്റ്ററും ചില ദൈവമക്കളും ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന രാത്രി. ആമേൻ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഞാൻ തീരുമാനമെടുക്കുന്നു, ഡോക്ടർ അയ്യർ ഉറങ്ങുന്നു, അപ്പുറത്ത് മാറി പാസ്റ്റേജിൽ പാസ്റ്ററും ചില ദൈവമക്കൾ ഉറങ്ങാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാത്രി. ഞാൻ തീരുമാനമെടുത്തപ്പം തന്നെ നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത യേശുവിന്റെ കൈ ICUവിലേക്ക് ഇറങ്ങി. നമുക്കൊരു കൈയുണ്ട്. ഡോക്ടർമാരുടെ കൈയൊക്കെ ബലഹീനമായ കൈയാ. ബലഹീനമല്ലാത്ത ഒറ്റ കൈയുള്ളൂ, അത് യേശുവിന്റെ കൈയാ. അത് മോശയുടെ വലം കൈക്ക് ചെല്ലുമാറാക്കിയ ഭുജമാണത്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കൈ ICUവിലേക്ക് ഇറങ്ങി. എന്റെ ഹൃദയത്തിന്റെ കേടുപാടുള്ള ഭാഗത്തുണ്ടല്ലോ, ഈ കൈ ആഴ്ന്നിറങ്ങി. ഡോക്ടർ അയ്യറുടെ കൈ വരുന്നതിന്റെ തലേ രാത്രി യേശുവിന്റെ കൈ ഹാർട്ടിലേക്ക് ഇറങ്ങി. കർത്താവിന്റെ കൈയുടെ പ്രത്യേകത, അതിന്റെ സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വെട്ടിക്കീറേണ്ട ആവശ്യമില്ല. നമ്മെ നിർമ്മിച്ചവന്റെ കൈയാണ്. നിർമ്മാതാവിനാണ് അധികാരമുള്ളത്. നിർമ്മിതിയുടെ കേടുപാടുകൾ പാർശ്വഫലം കൂടാതെ പരിഹരിക്കാൻ കഴിയുന്നത് നിർമ്മാതാവിനാണ് അധികാരമുള്ളത്. കൈ ഓൾറെഡി സർജറി കഴിഞ്ഞു. അത് തിരിച്ചറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞാണ്. മെഡിക്കൽ സയൻസിൽ തിരിച്ചറിഞ്ഞത്. യേശു വിടുവിച്ചു. ദൈവത്തിന്റെ കൃപയാൽ നാളെ ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ്സ് ഗ്രേസ്, യേശു വിടുവിച്ചു. പൗലോസ് പറയുന്ന പദമാണ് എബ്രായ ലേഖനത്തിൽ, ദിസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്ര വലിയ കഷ്ടതയെ വിടുവിച്ചു, മേലാലും വിടുവിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തെ തന്നെ ഞങ്ങൾ ആശ്രയിച്ചെന്ന് പറയുമ്പോൾ ഈ കർത്താവെ നമുക്ക് ആശ്രയിക്കാം. ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എമർജൻസി വാർഡിൽ കിടക്കുന്ന സമയത്ത് അന്നൊരു സൺഡേയിൽ എന്റെ ബൈ സ്റ്റാൻഡർ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒന്ന് പോയിട്ട് ഓടി വരാം, നാട്ടിൽ നിന്ന് ആരും വന്നില്ല, പെട്ടെന്ന് പോയിട്ട് വരാം. പുള്ളി അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ട് ഒരു കരിക്കട്ട പോലെ കറുത്ത ഒരു മനുഷ്യൻ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാ, ഏതൊരു നിയോഗം പ്രാപിച്ചുണ്ട്. ആ കാർഡിയോ വാർഡില് സീരിയസ് ആയി കിടക്കുന്ന രോഗികള്, നിരാലംബരായി കിടക്കുന്ന രോഗികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇങ്ങനെ നേരിക്ക് കാണെങ്കിൽ നേരെ വന്നിട്ട് കയ്യിൽ കുപ്പിയോടുണ്ട്. കുപ്പി, എവിടെ വ്യാധി എവിടെ? ഞാൻ പറഞ്ഞു, സർജറി കിടക്കുക. ഇയാള് കുപ്പിക്കകത്ത് എണ്ണയായിരുന്നു കേട്ടോ. ഈ മനുഷ്യൻ അടപ്പ് പൊട്ടിച്ചിട്ട് കുറച്ച് എണ്ണ എടുത്ത് യേശുവിന്റെ രക്തം ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് എന്തിനറിയാമോ, എന്റെ ഭാഗത്ത് തൂത്തട്ട് ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഒറ്റ പോക്ക്. ഇയാളെ ആരാണ് കൊണ്ടുവന്നത്? ഇയാൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇയാളുടെ പേരും പറഞ്ഞില്ല, നാളും പറഞ്ഞില്ല, കൂടും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്റെ ചുറ്റുപാട് കിടക്കുന്നതോട് ചോദിച്ചോണ്ട് എനിക്ക് ഓർമ്മയും വരുന്നില്ല. അങ്ങനെ സംഭവം കൂടെ എന്റെ ദൈവമക്കളെ
ഉണ്ടായതിന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ അന്ന് അവിടെ കടന്നു വന്നു. ആമേൻ. കർത്താവ് വിടുവിച്ചു. ദൈവകൃപയാൽ സൗഖ്യത്തോട് പോകുകയാണ്. യേശു തരുന്ന സൗഖ്യം നമ്മൾ മൈൻഡ് ചെയ്തിട്ട് പോകും. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ലൈഫ് വളരെ പ്രഷ്യസ് ആണ്. ആമേൻ. കർത്താവിന്റെ കയ്യിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. പാസ്റ്റർ അങ്ങനെ സൗഖ്യം പ്രാപിച്ചു പാസ്റ്റർ. പിന്നെ ഞാൻ പറയാം. അതിനുശേഷം അതോട് പറഞ്ഞ അവസാനിപ്പിക്കും. ഞാന് 2 മാസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫാദർ, മദർ, ഇതെല്ലാവരും ദൃസാക്ഷികളാണ്. എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മാച്ചന്മാര്, അവരെല്ലാവരും കൂടെ മനം തിരിഞ്ഞ് മാറത്തടിച്ച് മാനസാന്തരപ്പെട്ടു മേൽപ്പാടം IPC ചർച്ചിലെ വിശ്വാസികളായി മാറി. ഒറ്റ വിടുതല്. 3-4 കുടുംബങ്ങളെ ദൈവം സന്ദർശിച്ചു. അതിൽ എന്റെ ഒരു ബ്രദറാണ് പറുഷനിൽ പാടുന്ന പ്രസാദ്, വെണ്ണിക്കുളത്തുള്ള പ്രസാദൊക്കെ. അവരൊക്കെ ഒറ്റ വിടുതല. മാലപ്പടക്കം പൊട്ടുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് പൊട്ടി തീരുന്ന പോലെ, കത്തിത്തീരുന്ന പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാൽ ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചു. ആമേൻ. അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നൈക്ക് ചെന്നു. എനിക്ക് സ്പോർട്സ് കോട്ടയിൽ പല ഓഫറുകൾ പലയിടത്തുനിന്ന് വന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനം ചർച്ചിൽ പറഞ്ഞു. പാസ്റ്റർ MB ഈപ്പനും ആമേൻ സഭയും എന്നെ പ്രാർത്ഥിച്ച് കുമ്പനാട്ടേക്ക് പഠിക്കാൻ വേണ്ടി 93-ൽ എന്നെ അങ്ങോട്ട് അയച്ചു. അവിടുത്തെ 3 വർഷത്തെ പഠനശേഷം ഞങ്ങൾ ഹയർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ദെറാദൂണിലെ പ്രസ്ബിറ്റേറിയൻ സെമിനാറിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കപ്പെട്ടു. മുൻപ് ഇത് വേദിയിൽ തന്നെ സാക്ഷി പറഞ്ഞ പാസ്റ്റർ ജോൺസൺ ഡൽഹി, ഞങ്ങളെ ഒന്നിച്ച് ക്ലാസ്മേറ്റ് ആണ്. കുമ്പനാട്ടും ദെറാദൂണിലും ഞങ്ങൾ ഒന്നിച്ചാണ്. അങ്ങനെ അവിടുത്തെ പഠനശേഷം നേരെ ശുശ്രൂഷിക്ക് നേരെ ചെന്നൈ ത്രൂ ഇങ്ങനെ വഴി പത്തനാപുരത്തേക്ക് വന്നു. അന്നത്തെ പത്തനാപുരത്തെ സെൻട്രൽ പാസ്റ്റർ, അന്നത്തെ വിശ്രമിക്കുന്ന വന്ദിനായ പിതാ പാസ്റ്റർ EC ജോർജ് അപ്പച്ചന്റെ അണ്ടറിൽ ഞാൻ ആത്മീയ ശുശ്രൂഷയുടെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ജീവിതത്തിൽ വലിയ ബ്ലെസ്സിംഗ് ആയി തീർന്നു. അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. EC ജോർജ് അപ്പച്ചന്റെ അണ്ടറിൽ ശുശ്രൂഷ ആക്ഷേപം കൂടാതെ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ എന്റെ മിഷണറി യാത്ര ആഫ്രിക്ക വരെ. കഴിഞ്ഞ വർഷം ഞാൻ ആഫ്രിക്ക സാംബിയയിൽ മിഷണറിയായിട്ട് ഞാൻ പോയി. ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോയി എന്റെ സാക്ഷി പറയാനും പ്രസംഗിപ്പാനും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ പത്തനാപുരം സെന്ററിൽ വീണ്ടും ഞാൻ തിരിച്ചു പത്തനാപുരം പാസ്റ്റർ സാം ജോർജ് അച്ഛൻ എന്നെ തിരിച്ചു വിളിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ മലൂർ IPCയിൽ പാസ്റ്ററായിട്ട് ഇരിക്കുന്നു. ആഫ്രിക്കയിലെ സാംബിയായി പോയെന്ന് പറഞ്ഞു. അവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യം ആഫ്രിക്കയിൽ ആക്ച്വലി എന്റെ സെമിനാരി ഫ്രണ്ട് ഉണ്ട് ആഫ്രിക്ക സാംബിയയിലെ പാസ്റ്റർ ജോസഫ്. അദ്ദേഹം കത്തോലിക്കനായിരുന്നു. ബോണഗനായി തീർന്ന കാരണം എന്റെ കിഡ്നി ഫെയിലായി പോയി. ഞാനും ഒരു നുഖത്തിന്റെ 2 കാളകൾ. എനിക്ക് 6 അടി 3 ഇഞ്ച് പൊക്കമുണ്ട്. പാസ്റ്റർ റോൺസന് 6 അടി 2 ഇഞ്ച് പൊക്കമുണ്ട്. ഒരു നുഖത്തിന്റെ 2 കാളുകളെ പോലെ ഞങ്ങൾ എത്രയോ ഞങ്ങളൊരു 5 മാസം മുമ്പ് അദ്ദേഹം നാട്ടിൽ വന്നപ്പോ ഞങ്ങള് വാരണാസിയിലെ വിൻസെന്റ് പാസ്റ്ററുടെ ചർച്ചിൽ പ്രത്യേക പ്രോഗ്രാം വെച്ചിരുന്നു. നിങ്ങൾ 2 പേരും കൂടെ അവിടെ പ്രസംഗിച്ച 4 മാസം മുമ്പുള്ള കാര്യം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇയർ ആണ് ആഫ്രിക്കയിൽ പോകുന്നത്. പാസ്റ്റർ റോൺസൺ എന്നെ പലപ്പോഴും വിളിച്ചു ആഫ്രിക്ക വരണം. അങ്ങനെ എന്റെ ചിരകാല അഭിലാഷമായിരുന്നു ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പറയുന്ന ആഫ്രിക്കയിലേക്ക് പോകാന്നുള്ളത്. അങ്ങനെ ഞാൻ എന്റെ കൂടെ ഒരു ദേവദാസന്റെ ഞാൻ പോകുന്നറിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂടെ മാരാമണ്ണാണ് സഭ, കർത്താവിന്റെ ദാസനും കൂടെ പോകും. ഞങ്ങൾ 2 പേരും കൂടെ സാംബിയയിലെത്തി. സാംബിയയില് ഞങ്ങൾ ചെലവഴിച്ച ദിവസങ്ങൾ വളരെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോൺസൺ അവിടെ നല്ല ഹെൽത്തും വെൽത്തും ഉള്ള നല്ലൊരു ചർച്ച ഉണ്ട് അവിടെ. അദ്ദേഹത്തിന് മോർ ദാൻ ഒരു 500 പീപ്പിൾ കൂടുന്ന നല്ല ചർച്ച. യൂനിക്കാരെ വിശ്വാസം നല്ല സ്ട്രോങ് ചർച്ചാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ചെലവഴിച്ചു. ഒത്തിരി മിഷൻ ട്രിപ്പുകൾ ചെയ്തു. അതിൽ ഏറ്റവും ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ വാട്ടർ ഫ്ലോ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ്. മിഷണറി ഉണ്ടല്ലോ, 17ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിൽ വന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് ഈ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത്.
ഗവൺമെന്റ് അത് അദ്ദേഹത്തോട് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പേര് നൽകി ഈ വെള്ളച്ചാട്ടത്തെ ആദരിച്ചു. വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസിൽ അദ്ദേഹത്തിന് വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. ഇടത്തുകയിലും ഭയങ്കര ബൈബിളും പിടിച്ചോണ്ട് അദ്ദേഹം കുതിച്ചു നിൽക്കുന്ന ഒരു പ്രതിമയാണ് വെച്ചേക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ആഫ്രിക്കയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. ഡോക്ടറും കൂടിയായിരുന്ന മിഷണറി ഡോക്ടറായിരുന്ന ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇതോടെ എത്തി. അതൊക്കെ നമുക്ക് ഒത്തിരി കൃഷിമാരെ നമുക്ക് ഒത്തിരി പ്രചോദനം കിട്ടുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ അന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നരഭോജികളും അതായത് മൃഗഭോജികളും, അതായത് മൃഗങ്ങളൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളല്ല അന്നത്തെ കാലത്ത്. അദ്ദേഹം എന്തിനു വേണ്ടി യുദ്ധങ്ങൾ നടത്തി മൃഗങ്ങളുമായിട്ടൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഞങ്ങൾക്ക് താല്പര്യമുണ്ടായി. അത് ഗ്രാമങ്ങളൊക്കെ പോയി. ഗ്രാമങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സാബയുടെ ഗ്രാമങ്ങൾ, പല ഗ്രാമങ്ങളും വൈദ്യുതി ഇല്ല. പല ഗ്രാമങ്ങളിലും നമ്മുടെ ഒരു 1930, അതായത് 1930 താഴെയായിട്ട് അവർ ജീവിക്കുന്നത്. ചോളമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി, അവിടുത്തെ ചോളം. അതിനടുത്തൊരു കാത്തലിക് മിഷൻ നമ്മുടെ ചില സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെടേ തീർന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ വേർതിരൊന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂടാനെ പറഞ്ഞു. അവര് ഞങ്ങളുടെ കൂടെ കൂടാൻ പറഞ്ഞു. നമ്മുടെ മലയാളി സിസ്റ്റേഴ്സ് അവിടെ ആ ആശ്രമത്തിലൊക്കെ പോയി അവിടെ അവർക്ക് നല്ല പവർഫുൾ വർക്ക് അവരും ചെയ്യുന്നു. അതൊക്കെ സന്തോഷമുണ്ടാക്കി. അങ്ങനെ ഞാൻ ഒരു സംഭവം പറയാം. ഏകദേശം ഒരു 89 വയസ്സ് പ്രായമുള്ള ഒരു ആന്റി ഉണ്ട്. ആന്റി ബോംബെക്കാരിയാണ്. പണ്ട് ടൈപ്പ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചിട്ട് ആഫ്രിക്കയിൽ പോയതാ. YMCയുടെ ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ബ്ലാക്ക് ഒരു ആള് തന്നെ വിവാഹം കഴിച്ചു. അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ താമസിച്ചത് ഈ ആന്റിയുടെ വീട്ടിലാണ്. പുള്ളിക്കാരി ഇപ്പൊ 89-90 വയസ്സാകുകയാണ്. ഇപ്പോഴും കണ്ടാൽ ഒരു 19 വയസ്സുകാരിയുടെ ഫിറ്റ്നസ് ഉണ്ടായിരിക്കും. കൂടെ നിൽക്കുകയാണ്. പാസ്റ്റർ ഫ്രാൻസിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഈ ആന്റിയാണ്. ആന്റി താമസിക്കുന്നത് 70 ഏക്കറിന്റെ അകത്ത് ഒരു ബംഗ്ലാവ്. അതിന്റെ താമസിക്കുന്നത് 70 ഏക്കർ. ആന്റി ഉണ്ട്, സെർവന്റ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, പിന്നെ ഒരു 5-10 മുറിയുള്ള വലിയ വീട്. ആ പുരയിടത്തിൽ മാവുണ്ട്, പ്ലാവുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന ചക്കയുടെ കാലഘട്ടം സീസണാണ്. ദാസൻ ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചക്കയൊക്കെ ചുമ്മാ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാനും പാസ്റ്റർ കണ്ണാരം പാസ്റ്ററും കൂടെ ഞങ്ങൾ തനി കുട്ടനാട്ടുകാരായി മാറ്റപ്പെട്ടു. കത്തി എടുത്തുകൊണ്ട് പ്ലാവെ കയറി ചക്കയൊക്കെ ഇട്ട് ഞങ്ങൾ വേവിച്ച് അവർക്കെല്ലാം കൊടുത്തു. അന്നത്തെ തദ്ദേശവാസികളെ ബ്ലാക്ക് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എന്തോ ടേസ്റ്റാണ് അവർ പറഞ്ഞു ചക്ക വേവിച്ചത്. അങ്ങനെ ഞങ്ങളുടെ മിശ്ര ജീവിതം അവിടെ ഞങ്ങൾ നല്ല നില ചെയ്തു. ഈ ആന്റി പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം ഇവിടുത്തെ മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞു. ഇവിടുത്തെ മാർക്കറ്റ് ഞങ്ങളോട് മാർക്കറ്റിൽ പോയി. ഈ മാർക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടക്കാര് എന്നൊക്കെ സ്ത്രീകളാ കേട്ടോ. അവിടുത്തുകാരായ ബ്ലാക്ക് ലേഡി അവരാ ഇത് കച്ചവടക്കാർ. പുരാതന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലത്തെ ഒരു 10-50 വർഷം മുമ്പുള്ള കച്ചവടം ഇരുന്ന് വിൽക്കുന്ന പലകപ്പുറത്ത് ഇതിന്റെ കൂടെ കാണും. അതിന്റെ മണ്ടയ്ക്ക് ഒരു പലക വെച്ചിട്ട് കുത്തി ഇരുന്ന് വിൽക്കുന്ന ഒരു കച്ചവട കേന്ദ്രം. ഭയങ്കര തിരക്കാണ്. പച്ചക്കറികൾ മറ്റൊക്കെ വിൽക്കുന്നു. ഈ ആന്റി എന്നിട്ട് പറഞ്ഞു വേണ്ട ഇന്ത്യൻ പാസ്റ്റേഴ്സ്, ഇന്ത്യൻ മിഷണറിമാര് വന്നെന്ന് ഇംഗ്ലീഷില്. അവരുടെ ലോക്കൽസിനെല്ലാം അവിടെ ഇംഗ്ലീഷ് അറിയാം. അവിടെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ലോക്കൽസ് ഇംഗ്ലീഷ് അറിയാം. ഇന്ത്യൻ മിഷണറിമാര് വന്നെന്ന് ഒറ്റ പറത്തില് പറഞ്ഞു. വലിയ തേനീച്ച കൂടുന്ന പോലെ ഇവര് കച്ചവടം വിട്ടിട്ട് എല്ലാം ഞങ്ങളെ അങ്ങ് പൊതിഞ്ഞങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മള് പബ്ലിക് ചന്തയിൽ നടക്കുന്ന കാര്യം പറയുന്നു. ആമേൻ. ഞാൻ ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ 25 വർഷം വർക്ക് ചെയ്യുന്നത് അവിടെ പോയി 2 വർഷം വർക്ക് ചെയ്ത റിസൾട്ട് കാണാം. എന്റെ ഒരു ആഗ്രഹമായിരുന്നു വീണ്ടും പോയി കുറച്ചാളൂടെ അവിടെ വർക്ക് ചെയ്യണം നമുക്ക് ആഗ്രഹം എന്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ലാതില്ല കേട്ടോ. ആമേൻ. മണി കിട്ടത്തില്ല, ദറംസ് ഇല്ല, കറൻസി ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആത്മാക്കളെ കിട്ടും. ഹല്ലേലൂയ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവർക്ക് ഇടയില്ലാത്ത ആടുകളെ പോലെ കാണാൻ കഴിയുന്നുള്ളതാ. അങ്ങനെ ഞങ്ങൾ പല ശുശ്രൂഷകൾ അവിടെ ചെയ്തു. വില്ലേജിൽ പോയി പേഴ്സണൽ ഇവാഞ്ചലിസം. എന്റെ വീഡിയോ കാണാൻ സങ്കടം തോന്നുന്നു. ഞങ്ങൾ വില്ലേജിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ വില്ലേജിലെ പിള്ളേരുണ്ടല്ലോ ക്വാറന്റൈൻ കൊണ്ട് ഓടി വരിക ഇരുന്ന് വചനം കേൾക്കാൻ വേണ്ടി. ആ വീഡിയോ ഒക്കെ എന്നെ ഇരിക്കുക. നമ്മുടെ പിള്ളേരെയൊക്കെ സൺഡേ സ്കൂളിൽ ഒന്ന് വരുത്തുന്നത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാ നമ്മുടെ പിള്ളേരെ ഒന്ന് സൺഡേ സ്കൂളിൽ കൊണ്ട് ഇരുത്തുന്നു. പ്രിയരെ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
കർത്താവ് സഹായിക്കട്ടെ. ദൈവം കർത്താവിന്റെ ദാസിയും ദാസിനെയും നിങ്ങളുടെ മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഇതിൽ പങ്കെടുത്തേക്കുന്ന എല്ലാവരും ദൈവം ബ്ലസ് ചെയ്യട്ടെ. ഞാൻ ഒരു പ്രാർത്ഥിക്കട്ടെ. തീർച്ചയായും. കർത്താവേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ജോയ്സ് ടിവിയിൽ അടിയന് വരാൻ ഇങ്ങനെ ഇടയായി തീർന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസിക്ക് വേണ്ടി ഞങ്ങളുടെ ദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവ് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് അറിയുന്നില്ല. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിയുടെ അതിൽ വിശാലമായി തീരണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് നമ്മുടെ ദാസിയും ദാസനെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആരെങ്കിലും ദൈവമേ പഴയ കേസുകളുമായിട്ടിരിക്കുന്നെങ്കിൽ, മെഡിക്കൽ സയൻസിന് കഴിയാത്ത കേസുകളുണ്ടെങ്കിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാണ് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന്റെ കൈ അവിടെ വയ്ക്കണമേ. ഡോക്ടർ അയ്യരുടെ കത്തിയെ തള്ളിത്തെറിപ്പിച്ചുകൊണ്ട് എനിക്ക് സൗഖ്യം തന്ന കൈ ഇപ്പോ തന്നെ വ്യാപരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോ തന്നെ വ്യാപരിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് ദൈവം മഹത്വം കാണുമെന്നാണല്ലോ. കരം വെച്ചതിന് നന്ദി പറയുന്നു, വിടുവിച്ചതിന് നന്ദി പറയുന്നു. പുതിയ ടെസ്റ്റ് മണികൾ വരുന്നതിനായി സ്തോത്രം. എല്ലാ മാനമഹത്വങ്ങൾ കാൽക്കൽ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു.